ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കും. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു: അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സുമ എന്ന ഒരു പ്രിയ സിസ്റ്ററാണ്. നാം ഏതു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചാലും വളർന്നാലും കർത്താവ് നമ്മെ അവിടെ നിന്ന് മുൻ നിയമിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ മക്കളാക്കി തീർക്കുമെന്നുള്ളത് പ്രിയ സഹോദരിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തികളെ ആർക്കും തടയുവാൻ കഴിയുകയില്ല. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവതി ആണ്. പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. ആമേൻ. സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു. ഓക്കേ. കർത്താവ് ദേശത്ത് അനുഗ്രഹിക്കട്ടെ, കർത്താവ് ഉപയോഗിക്കട്ടെ. ആമേൻ. നമുക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിലും അടുത്തു വരുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നപ്പാ. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസിയെ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഹല്ലേലൂയ വിവരിക്കുവാന് കർത്താവ് സഹായിക്കുമാറാകണമേ. അനേക ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ. സുമ സിസ്റ്ററെ, ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്താട്ട്. താങ്ക് യു ആന്റി, താങ്ക് യു. കർത്താവിന്റെ ദാസി പ്രിയ ജോയ്സ് ആന്റിയോടും ജോയ്സ് ടിവി പ്രേക്ഷകരോടും ഒപ്പം ഇപ്രകാരം ഒരു വേദി പങ്കിടുവാൻ കർത്താവ് എനിക്ക് നൽകി തന്ന വിശേഷപ്പെട്ട ഈ ശ്രേഷ്ഠ പദവിക്കായി കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഒപ്പം കർത്താവിന്റെ ദാസിയോടും ചാനലിനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി തന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം അനവധി സഹോദരിമാരെ കർത്താവിൽ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും പുറകിൽ നിൽക്കുന്ന അനവധി സഹോദരിമാരെ മുന്നോട്ട് കൊണ്ടുവരുവാനും കൈപിടിച്ച് നയിക്കുവാനും കർത്താവിന്റെ ദാസി എടുക്കുന്ന ഇനിഷ്യേറ്റീവ് ഓർത്ത് കർത്താവിനെ മഹത്വം കരയറ്റുന്നു. ഇനിയും അനവധി സഹോദരിമാരെ കർത്താവിൽ ഉറപ്പിക്കുവാനും അവരെ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി തീർക്കുവാനും കർത്താവിന്റെ ദാസി ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. ഞാൻ എന്റെ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായ സാഹചര്യം നിങ്ങൾ ഏവരെയും ഒക്കെ പോലെ തന്നെയാണ് എന്റെ ജീവിതത്തിലും അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടതായ കഷ്ടതകള്, ഒറ്റപ്പെടുന്ന അനുഭവം, കടഭാരം, അതുപോലെ വലിയ രോഗങ്ങളുടെ അവസ്ഥ, സ്വസ്ഥതയില്ലാത്ത ജീവിത സാഹചര്യം, അങ്ങനെ നിന്ദിക്കപ്പെടുന്ന അനുഭവം, ഇങ്ങനെ ദാരിദ്ര്യം, പട്ടിണി കിടക്കുന്ന അനുഭവം, ഇതൊക്കെയാണ് ഇല്ലായ്മയുടെ ഒരുപാട് അനുഭവങ്ങളാണ് എന്റെ കർത്താവിനെ കണ്ടെത്തുവാൻ കോണം എനിക്ക് മുഖാന്തരമായി തീർന്നു. എല്ലാവരിൽ നിന്നും വേറിട്ട് ഒറ്റപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ഭവനത്തിൽ നിന്നും, അതുപോലെ കൂട്ടുകാരിൽ നിന്നും, അയൽക്കാരിൽ നിന്നും, ദേശക്കാരിൽ നിന്നും ഒക്കെ ഒരുപാട് വേദനകൾ, കൂട്ടുകാരിൽ നിന്നൊക്കെയും ഒരുപാട് വേദനകൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചില വചനഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവജനവുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. സങ്കീർത്തനം 120 സങ്കീർത്തനം 1 വാക്യം.
എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. ഇവിടെ ഒരു ഭക്തനായ മനുഷ്യൻ തന്റെ കഷ്ടതയിൽ തന്റെ ദൈവമായ യഹോവയോട് നിലവിളിക്കുകയാണ്. ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 107 സങ്കീർത്തനം അതിന്റെ 28 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇവിടെ നാം കാണുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, അതായത് ഇസ്രായേൽ ജനം തങ്ങളുടെ കഷ്ടതയിൽ തങ്ങളുടെ ദൈവമായ യഹോവയോട് നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഞെരുക്കത്തിൽ നിന്നും അവരെ വിടുവിക്കേണ്ടതിനായി ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. എന്റെ പേര് സുമാ സതീഷ് എന്നാണ്. ഞാൻ ഇപ്പോൾ മൂലമറ്റത്തായിരിക്കുന്നു. എന്റെ ഹസ്ബൻഡ് KCB ഓവർസിയർ ആണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഒരാൾ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു നിൽക്കുന്നു, ഒരാൾ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അക്സമോളും ഗസിയമോളും. പിന്നെ എന്റെ ചേട്ടന്റെ മാതാവ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അമ്മ കഴിഞ്ഞ നാളുകളിലൊക്കെ രോഗിയായിട്ട് ഭാരപ്പെട്ടു. ക്യാൻസറിന്റെ പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അത്ഭുത രോഗസൗഖ്യവും ഒക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. പൂർണ്ണ സൗഖ്യമായി. അമ്മയ്ക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഒരത്ഭുതം. ലേറ്റസ്റ്റ് ആയിട്ട് കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതമാണ് എന്റെ മാതാവിന്റെ രോഗസൗഖ്യം. 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. ഗർഭപാത്രത്തിലെ മുഴയായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് എന്റെ മാതാവിനെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ പരിശോധനയിലെ 3 മുഴയുണ്ട്. നല്ലൊരെണ്ണം പൊട്ടി എന്നും അറിഞ്ഞു. അത് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറിന്റെ അതാണെന്ന് പറഞ്ഞു. അത് പിന്നീട് അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. അമ്മയുടെ മേലെ ഒരു പൈശാചിക കെട്ട് ഉണ്ടായിരുന്നു, അത് അഴിയപ്പെടുകയും അമ്മ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും അങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കുകയും ചെയ്തു. അതിന്റെ പ്രകാരം കർത്താവ് വലിയ രോഗസൗഖ്യം എന്റെ മാതാവിന് നൽകി. അമ്മയുടെ മേൽ കൈവച്ച് ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത രോഗസൗഖ്യം മാതാവിന് നൽകുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ എന്റെ മാതാവ് സമാധാനത്തോടെ ഇരിക്കുന്നു. ഓപ്പറേഷൻ നടന്നു. അതിൽ പിന്നെ ബയോപ്സിക്ക് അയച്ചപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഈ ഒരു കുഴപ്പമേ ഇല്ല. ക്യാൻസറിന്റെ യാതൊരുവിധ സെല്ലുകളും എന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു അത്ഭുത സൗഖ്യം എന്റെ മാതാവിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 4 മാസത്തിന് മുൻപ് കർത്താവ് ചെയ്തു. പ്രത്യേക പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ. ഞാൻ എന്റെ ചെറു പ്രായത്തിൽ മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എന്റെ മാതാവ് വെളിച്ചപ്പാടത്തിയായിട്ട്, അതായത് ബൈബിളിലുണ്ടല്ലോ ലക്ഷണവിദ്യ പറയുന്ന വെളിച്ചപ്പാടത്തിയായ സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു എന്റെ മാതാവ്. എന്റെ മാതാവിന്റെ പേര് അറിയപ്പെട്ടിരുന്നത് പരിഹാരത്ത് പരാശക്തി മഠാധിപ ഇന്ദിരാദേവി എന്നായിരുന്നു. അതായത് എന്റെ മാതാവിന്റെ അടുക്കൽ വന്നാൽ എല്ലാവർക്കും പ്രശ്നത്തിന് പരിഹാരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പേര് അമ്മ അറിയപ്പെട്ടിരുന്നത്. തന്റെ 9ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആ സമയത്ത് കണക്ക് അധ്യാപകൻ തന്നെ ഒന്ന് അടിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അബോധാവസ്ഥ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് അപസ്മാരം വന്നിട്ട് പെട്ടെന്ന് ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ കാറ്റിന്റെ വേഗതയിൽ എഴുന്നേറ്റിട്ട് ഓടി ഈ തറവാട്ടിലേക്ക് വന്നെന്നുള്ളതാണ്. അവിടെ കാവുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, വെച്ചാശ്രയങ്ങൾ, പല ദേവന്മാരുടെ ദേവിമാരുടെ ഒക്കെ വിഗ്രഹങ്ങൾ വെച്ച് അങ്ങനെ ഉള്ള ഒരു കുടുംബ ക്ഷേത്രമാണത്. അവിടെ ആ കാവിന്റെ നടുക്ക് വലിയൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് അമ്മ കാറ്റിന്റെ വേഗതയിൽ ഓടിക്കയറിയെന്നാണ് കേൾക്കുന്നത്. എന്നിട്ട് പുള്ളുവനെ വിളിച്ചിട്ട് കൊണ്ടുവന്ന് അദ്ദേഹം പാടി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയെന്നാണ് അറിവ്. അന്ന് മുതല് അമ്മ ദേവിയാണെന്നുള്ള പേര് അറിയപ്പെടുന്നു. ഇന്ദിരാദേവി, ഇന്ദിരാ അമ്മ, ദൈവം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇന്നും ഉണ്ട്. ഈ ദൈവം ഇന്ദിരാമ്മയുടെ മോളാണോ, തുള്ളക്കാരിയുടെ മോളാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ആ ബഹുമാനം തരുന്ന വ്യക്തികളും ഇന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഒരു ഇതിൽ നിന്ന ഒരു ഇതാണ്. അപ്പൊ അമ്മയുടെ മുൻപിൽ ആര് ഭാരത്തോടെ വന്നാലും അവരുടെ ഭാരത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറയുമായിരുന്നു. അവരുടെ മുൻകാലങ്ങള്, ഇപ്പോൾ നടക്കുന്ന ആ അവസ്ഥകള്, അത് കഴിഞ്ഞിട്ടുള്ള വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം പറയുന്ന ഒരാളായിരുന്നു മാതാവ്. അമ്മ വളരെ നിഷ്കളങ്കയായ ഒരു സ്ത്രീ ആയിരുന്നു. അമ്മയ്ക്ക് ദേവന് മാല കെട്ടാനും പൂജ ചെയ്യാനും പശുവിനെ വളർത്തുവാനും കൃഷി ചെയ്യാനും മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. 22 വയസ്സ് ആയപ്പോഴേക്ക് ഈ ദേവിയുടെ ഒരു അതങ്ങ് നിന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിവാഹപ്രായം ആയില്ല. 22 വയസ്സ് അമ്മയെ വിവാഹം കഴിപ്പിച്ചയച്ചു. അമ്മയെ വിവാഹം അയച്ച ആ ഭവനം എന്ന് പറയുന്നത് നല്ല തറവാട്ടുകാരൊക്കെയാണ്. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയുള്ള ഒരു കുടുംബമായിരുന്നു.
അപ്പൂപ്പൻ വലിയ പാചകക്കാരൻ ശങ്കരൻ നായർ, മൂത്ത അച്ഛന്റെ ജ്യേഷ്ഠൻ വല്യച്ഛൻ പാചകക്കാരൻ രാമേന്ദ്രൻ നായർ, അച്ഛൻ ഭാസ്കരൻ നായർ പാചകക്കാരൻ, ചിറ്റപ്പൻ പാചകക്കാരൻ രഘുനാഥ പിള്ള. അപ്പൊ അങ്ങനെ എല്ലാവരും പാചകക്കാരും നല്ല കഴിവും പ്രാപ്തിയും ഉള്ളവര്. അവർക്ക് വിദ്യാഭ്യാസത്തിന് അല്പം കുറവുണ്ട്, പണത്തിനും കുറവുണ്ടെന്ന് ഒഴിച്ചാൽ മറ്റുള്ള കഴിവുകൾക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കഴിവില്ലാത്ത ഈ മാതാവ് കടന്നു ചെന്നപ്പോൾ ഒത്തിരി നിന്ദയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി. കുടുംബജീവിതം പ്രതീക്ഷിച്ച പോലെ സ്വസ്ഥതയുള്ളതായിരുന്നില്ല. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ച് കളയണം എന്നുള്ള ആ ഒരു ആത്മഹത്യയുടെ ഒരു ചിന്തയായിരുന്നു അമ്മയ്ക്ക്. കാരണം സ്വസ്ഥതയുള്ള ഒരു കുടുംബജീവിതം ആയിരുന്നില്ല, എല്ലാ നിലകളിലും നിന്ദിക്കപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ചില 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ എന്നെ ഗർഭിണിയായി. അപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ട, കാരണം 2 പെങ്ങന്മാര് പ്രായമായി നിൽക്കുന്നു, അവരുടെ വിവാഹം കഴിയണം, അതുകൊണ്ട് ഇപ്പോഴേ പ്രാരാബ്ദങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട, അതുകൊണ്ട് ഈ കുഞ്ഞ് നമുക്ക് വേണ്ട എന്ന് എന്റെ പിതാവും എന്റെ പിതാവിന്റെ വീട്ടുകാരൊക്കെ ശക്തമായി എതിർത്തു. അമ്മയുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ഈ കുഞ്ഞിനെ ഞാൻ വളർത്തി, എന്താണേലും ഞാൻ ഈ കുഞ്ഞിനെ കളയത്തില്ല എന്ന ആ ഒരു നിലപാടിൽ എന്റെ അമ്മ നിന്നു. അതിന്റെ ഫലമായിട്ട് 16 ദിവസത്തോളം എന്റെ അമ്മയ്ക്ക് വെള്ളം കൊടുത്തില്ല, ആഹാരം കൊടുത്തില്ല, പട്ടിണി കിട്ടു. അങ്ങനെങ്കിൽ ഇവിടെ അങ്ങ് ചാകട്ടെ, ഇവിടെ വയറ്റിലുള്ള കുഞ്ഞും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാകുവാനിടയായി. ഈ ദിവസങ്ങളിലൊക്കെ അമ്മയ്ക്ക് വളരെ ഭാരം വന്നിട്ട് അമ്മ കിണറ്റിന്റെ കരയിൽ നിന്ന് മണ്ണ് വാരി തിന്നിട്ട് വെള്ളം കുടിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ പോലും ഈ മാതാവിന്റെ ജീവിതത്തിലുണ്ട്. അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു മാതാവാണ്. അപ്പം അങ്ങനെ ഒത്തിരി കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ട് എന്റെ പിതാവ് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്റെ മാതാവിനെ. മദ്യപിക്കുമായിരുന്നു, നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അച്ഛന് പിന്നെ ഒരു ബസ്സിലെ ക്ലീനറായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. 15 ദിവസം പാഞ്ചജന്യം എന്ന് പറയുന്ന ബസ്സിന്, ഓലകെട്ടി വഴി പോകുന്ന പാഞ്ചജന്യം ബസ്സിന് ക്ലീനറായിട്ട് വർക്ക് ചെയ്യുകയും 15 ദിവസം നാട്ടിൽ നിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് സകല പാചകങ്ങളും കൂലിപ്പണിക്കും എല്ലാത്തിനും പോയി നല്ല വരുമാനം ഉണ്ടാക്കും. പക്ഷെ എല്ലാം ശൂന്യമാണ്. കാരണം കിട്ടുന്ന പണം മദ്യപിക്കാനും ധൂർത്തടിക്കാനും മാത്രമേ അച്ഛന് കഴിയുമായിരുന്നുള്ളൂ. തന്റെ കൂട്ടുകാരൊക്കെ കൂടി അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പിന്നെ കൂട്ടുകുടുംബമാണല്ലോ, എത്ര രൂപ കൊണ്ടുവന്നാലും തികയാത്ത ഒരു അനുഭവമായിരുന്നു ആ ഭവനത്തിലെ സാഹചര്യം. എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു എന്റെ പിതാവ്. അങ്ങനെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ 8 മാസം തികയാത്ത ഒരു കുഞ്ഞായിട്ട് എന്റെ അമ്മ എന്നെ പ്രസവിച്ചു. അപ്പോഴും ദൈവം എന്നെ കൈവിട്ടില്ല. അപ്പോഴും ദൈവം എന്നെ കരുതി. ശത്രുവാൻ പല നിലകളിൽ എന്നെ നശിപ്പിച്ച് കളവാൻ പദ്ധതി ഒരിക്കലും ദുഷ്ടന്റെ പദ്ധതിക്കൊന്നും കർത്താവിനെ ഏൽപ്പിച്ചില്ല. അവിടെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ എന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. തോർത്തിയും കർത്താവിന് നന്ദി പറയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പോയി പ്രസവിച്ചതിന് ശേഷം എന്റെ മാതാവിനെ അമ്മയുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. 3-3.5 മാസം കഴിഞ്ഞ് തിരികെ കുഞ്ഞിനെ അമ്മയായിട്ട് തറവാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഈ കുഞ്ഞാണെന്ന് തോന്നത്തില്ല, അതുപോലെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട്, സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായിട്ട് ഞാൻ തീർന്നു. പക്ഷെ എങ്കിലും ഇടയ്ക്ക് ഇവർ നിന്ദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ കൊച്ച് ഞങ്ങളുടെ അല്ല, 8 മാസം തികയാന്ന് പ്രസവിച്ചു, എന്നാൽ ഇവള് നേരത്തെ ഗർഭിണിയായിരുന്നു. ഇത് കേട്ടപ്പോൾ എന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എല്ലാം സഹിക്കാം, ഈ ഒരു അപമാനം അത് സഹിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് അന്നേരത്തെ ആ ഒരു കോപത്തിന് എന്നെ എടുത്ത് കിണറിന്റെ പാത്തിയിലേക്ക് കിടത്തിയിട്ട് എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് എന്നെയും കൊന്നിട്ട് അത് കിണറ്റിൽ എറിഞ്ഞിട്ട് പുറകാലെ അമ്മയ്ക്കും ചാടാന്നുള്ള ഒരു ഇതില് അമ്മ അങ്ങനെ ആ ഒരു ഇത് ദൗത്യം ഇങ്ങനെ കർത്തവ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ വല്യച്ഛൻ വന്നിട്ട് പറഞ്ഞടി, ഞങ്ങളൊരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കും, ഞങ്ങൾക്കൊരു തലമുറയില്ല. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അപ്പോഴ വല്യമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, തലമുറ ഉണ്ടാകത്തുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരവസ്ഥയില് ഈ പിതാവ് ഒത്തിരി വിഗ്രഹങ്ങളുടെ ഒക്കെ മുൻപിൽ ഒത്തിരി നേർച്ച കാഴ്ച കഴിച്ചിട്ട് അവർക്ക് തലമുറ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നത് കണ്ടപ്പോൾ വല്യച്ഛൻ അത് സഹിച്ചില്ല. വല്യച്ഛൻ എന്നെ കരത്തിലെടുത്തിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു അടി കൊടുത്തു, കരണത്തിലടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളർത്താൻ തന്നുകൂടെ ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞു. ഈ ഒരു അന്തരീക്ഷത്തിലാണ് തറവാട്ടിൽ നിന്ന് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ മകളുടെയും കൊച്ചുമകളുടെയും ക്ഷേമവിവരം അറിയാൻ വേണ്ടി വരുന്നത്. ഇത് കാണുമ്പോൾ അവർക്ക് സഹിക്കുവോ? അവരാകെ വിഷമിച്ചു പോയി. പക്ഷെ ഒന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കഴിവുള്ളവരുടെ മുമ്പിൽ ഈ പാവങ്ങൾ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. കുഞ്ഞുമകൾക്ക് കൊണ്ടുവന്ന നെയ്യപ്പം പലഹാരങ്ങളെല്ലാം എടുത്ത് നിലത്തിട്ട് ചവിട്ടി അരച്ച് ഇതൊന്നും ഇവൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്ദിക്കപ്പെടുന്ന ഒരു അനുഭവമായി. അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തറവാട്ടിലേക്ക് മടങ്ങിപ്പോയി. അവരൊരു തീരുമാനമെടുത്ത് ഇനി ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊല്ലും, അവളെയും ചാവും. അപ്പോഴെങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആ കുഞ്ഞിനെ ഇനി കൊണ്ടുപോരാം. അപ്പൊ എന്നെയാണല്ലോ അവർക്ക് വേണ്ടാത്തത്. അപ്പം അങ്ങനെ തറവാട്ടിൽ എന്റെ അപ്പന്റെ അമ്മയുടെ എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹമില്ലാതെ ഞാൻ വളർത്തപ്പെട്ടു.
എനിക്കൊന്ന അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിനേ കുറവുള്ളൂ. അപ്പൂപ്പന് അമ്മുമ്മയുണ്ട്, എനിക്ക് 3 അമ്മുമ്മമാരുണ്ടായിരുന്നു, കുഞ്ഞമ്മമാർ 2 പേരുണ്ടായിരുന്നു, 4 മാമന്മാരുണ്ടായിരുന്നു. അപ്പൊ ഒന്നിനും ഒരു കുറവില്ലാതെ തമ്പുരാന് എന്നെ അവിടെ നടത്തി. എങ്കിലും എന്റെ മാതാപിതാക്കളോടൊപ്പം നിൽക്കണം എന്നൊക്കെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികള് അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ കരുത്തിൽ പിടിച്ച് നടക്കുമ്പം കണ്ണുനീരോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യമില്ലല്ലോ എന്നോർത്ത് ഒരുപാട് സങ്കടപ്പെട്ട് വേദനപ്പെട്ട അനുഭവങ്ങളുണ്ട്. ഒറ്റപ്പെട്ട് ഇരുന്ന് ചിന്തിക്കുന്ന അനുഭവം കുഞ്ഞിലേ മുതൽ എനിക്കുണ്ട്. കുഞ്ഞിലേ മുതൽ ഒറ്റപ്പെടലിന്റെ വേർപാടിന്റെ ദുഃഖം നന്നായിട്ട് അനുഭവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അന്നേരം എല്ലാം ആരോ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവ സാന്നിധ്യം ഞാൻ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ കുറെ കാലങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. എനിക്കൊരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ മാമൻ കല്യാണം കഴിച്ചു. ആ സ്ത്രീധനത്തിന്റെ പൈസ കൊണ്ടുവന്നിട്ട് എന്റെ അമ്മയ്ക്കുള്ള ഷെയർ മാമിക്ക് എഴുതി കൊടുത്തിട്ട് മാമി കൊണ്ടുവന്ന സ്ത്രീധനത്തിന്റെ പൈസ 20 സെന്റ് സ്ഥലവും കുറച്ച് ഒരു ചെറിയ കുടിലും കൂടെ ഈ അമ്മയുടെ വീട്ടുകാർ വെച്ച് തന്നു. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് എന്റെ അച്ഛന്റെ അച്ഛനെ, അതായത് എന്റെ അപ്പൂപ്പനെയും കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയി. ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അവിടെ താമസിച്ചു വരികയാണ്. അപ്പൊ ഞങ്ങളുടെ വരുമാന മാർഗം കോഴി വളർത്തുക, താറാവിനെ വളർത്തുക, ആടിനെ വളർത്തുക, പശുക്കളെ വളർത്തുക, അതുപോലെ കൃഷി. ഇത്രയാണ് ഞങ്ങളുടെ വരുമാന മാർഗം. അച്ഛൻ ജോലിക്കും കടന്നു പോകും. അപ്പൊ അപ്പൂപ്പനും പാചകമൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് എന്നും പ്രശ്നങ്ങളാണ്. അതായത് എനിക്ക് ശേഷം 5 കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിലുള്ള, ഇതെല്ലാം അബോഷനായി പോകുന്ന ഒരു അനുഭവം. ചിലത് പ്രസവിച്ച് മരിച്ചു പോകും, ചിലത് ഉദരത്തിൽ വെച്ച് തന്നെ നശിക്കപ്പെടുന്ന അനുഭവം. അങ്ങനെ 5 അബോഷന് ശേഷം ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാണ്, എന്റെ സഹോദരൻ സുരേഷ്. അവനിപ്പോ അമേരിക്കയിലായിരിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അപ്പം ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. വിഗ്രഹങ്ങളെ കൂടുതൽ വിശ്വസിക്കുകയും അതിനെ ആശ്രയിക്കുകയും. അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഏനാകുളങ്ങര ആൽത്തറയില് പോയിട്ട് ഞങ്ങള് ഈ ശബരിമല സീസണിലൊക്കെ ഞങ്ങൾ പാട്ട് പാടാൻ പോകും, ഭജന പാടാനൊക്കെ പോകും. പാട്ട് പാടാൻ ഞാൻ എന്റെ അമ്മയോടൊപ്പം പോകുമായിരുന്നു. എന്റെ മുറി പൂജാമുറി ആയിരുന്നു. അവിടെ വിഗ്രഹങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാ ദൈവങ്ങളും ഉണ്ട്. അതുപോലെ ഞാൻ പടം വരച്ചൊക്കെ വെക്കുമായിരുന്നു. അപ്പൊ അത്രത്തോളം ഭക്തിയോടെ ജീവിച്ച ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ. അങ്ങനെ നാളുകൾ അങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ എന്റെ അപ്പൂപ്പന് രോഗാവസ്ഥയായി. ചെന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴുള്ള അനുഭവം എന്ന് പറയുന്നത് അപ്പൂപ്പന് വായിൽ ക്യാൻസർ. അപ്പൊ അതിന് ചികിത്സക്കായിട്ട് പലിശയ്ക്ക് കടം വാങ്ങിച്ചു, പലിശയ്ക്ക് പൈസ വാങ്ങിച്ചു. അതിങ്ങനെ കൂട്ടുപലിശ ഇങ്ങനെ ആയിട്ട് അങ്ങ് പെരുകി നല്ലൊരു തുകയായി മാറി. അവസാനം അപ്പൂപ്പനെ ഞങ്ങൾക്ക് കിട്ടിയോ അതും ഇല്ല. ലക്ഷങ്ങൾ കടബാധ്യതകൾ അങ്ങനെയായി. പശുക്കച്ചവടം നടത്തി അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇനി എന്താണ് ഞങ്ങളുടെ അപ്പൊ എന്റെ അമ്മയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ട്. എന്റെ സഹോദരനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബ്രഹ്മാനന്ദൻ ഡോക്ടർ അമ്മയോട് പറഞ്ഞു, ഇന്ദിരാമ്മയുടെ ഉദരത്തില് ഒരു മുഴയും കൂടെ ഉണ്ട്. അപ്പോഴ് അതിപ്പോ കുഴപ്പമില്ല, പക്ഷെ കാലക്രമേണ അത് വളർന്നു വന്ന പ്രശ്നമാകും, അതുകൊണ്ട് സമയം പോലെ അതങ്ങെടുത്ത് കളഞ്ഞേക്കണമേ എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്യാനുള്ള സാഹചര്യം എന്റെ അമ്മയ്ക്കില്ലായിരുന്നു. കാരണം ജീവിതത്തിന് വേണ്ടി, അതായത് കഷ്ടപ്പാട് ഇതിനുവേണ്ടി ഓടുവല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീഷ്ണതയോട് ഓടുന്ന, കടഭാരം തീർക്കണം, എങ്ങനെയും കഷ്ടപ്പെടണം, നന്നായി ജീവിക്കണം, ആ ഒരു ത്വര തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും താൻ അത് കാര്യമായി എടുത്തിരുന്നില്ല. അങ്ങനെ ഇതങ്ങ് നീട്ടി വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന. അപ്പൊ അമ്മയ്ക്ക് എന്നും ബ്ലീഡിങ്ങാ. ഈ മുഴ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്നും ബ്ലീഡിങ്ങാ. അപ്പൊ അമ്മ തല കറങ്ങി വീഴുന്ന അനുഭവമുണ്ട്. അപ്പൊ അമ്മ എന്നോട് പറയും, ചെറിയ പ്രായം മുതൽ എന്റെ മാതാവിനെ സഹായിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത് എന്റെ അമ്മയോട് ഭയങ്കര ഒരു കരുതല. കാരണം ചെറുപ്രായത്തിൽ വിലക്കപ്പെട്ടതായിരുന്നല്ലോ എന്റെ മാതാപിതാക്കളുടെ സ്നേഹം. അതുകൊണ്ടായിരിക്കാം എന്റെ മാതാപിതാക്കളെ അതുപോലെ സ്നേഹിക്കാൻ തക്കവണ്ണം ഒരു മനസ്സ്, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതായിരുന്നു. മക്കൾ സാധാരണ മാതാപിതാക്കൾ പറയും, ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നെന്ന് പറയും. പക്ഷെ ഞാനും പറയുമായിരുന്നു, എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുക. അത്രത്തോളം മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു ഞാൻ. അത്രത്തോളം ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് ഉറക്കളയ്ക്കുന്ന ഒരു പ്രശ്നമേ അല്ലായിരുന്നു. എത്ര വേണേലും കഷ്ടപ്പെടും. മിടുക്കി എന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അങ്ങനെയുള്ള ഒരു കുഞ്ഞായിരുന്നു ഞാൻ. എന്നാ വലിയ ആരോഗ്യമില്ല, പൊക്കവും ഇല്ല, വണ്ണവും ഇല്ല, അങ്ങനെ ഒരു ചെറിയൊരു കൊച്ച്. പക്ഷെ ചെയ്യുന്ന ജോലി കണ്ടാൽ മറ്റുള്ളവർ അതിശയിച്ച് നോക്കി നിൽക്കുമായിരുന്നു. ഇതെങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് സാധിക്കുന്നു. അതിലും മറ്റുള്ളവർ പറയുമായിരുന്നു, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചതാ, നീ ഇവിടെ മകളല്ല. ഇതൊക്കെ പറയുമ്പോഴും ഉള്ളിൽ നല്ല വേദനയാണ്. പക്ഷെ എങ്കിലും ഈ മാതാപിതാക്കളുടെ സ്നേഹവും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുമായിരുന്നു. ഇവരെ കൂടുതൽ പരിചരിക്കുമായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്നും ക്ഷീണമുള്ളവളാ, എന്നും വയ്യാഴിയുള്ളവളാ.
പിതാവ് മദ്യപാനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീട്ടിൽ സ്വസ്ഥതയെന്ന് പറയുന്ന അനുഭവം ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ഈ കടഭാരങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ഇതെത്തി. അപ്പൊ 11 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അതിനുള്ള മുഖാന്തരം ഞാനൊന്ന് പറയട്ടെ. തൊട്ട് കഴിക്കിയ വീട്ടിലെ പെന്തക്കോസ് വീട്ടിലെ അപ്പച്ചന് ദാനിയേൽ ഉപദേശി, എറണാകുളങ്ങര ദാനിയേൽ ഉപദേശി എന്ന് പറഞ്ഞാൽ പേരുകെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അറിയത്തില്ലാത്തവരാരുമില്ല. അപ്പം നമ്മുടെ ബ്ലമിൻ ബാബു എന്നൊക്കെ പറഞ്ഞ കീബോർഡിസ്റ്റ്, അദ്ദേഹം ആ മകൻ ഈ അപ്പച്ചന്റെ കൊച്ചുമോനാണ്, ശശിലാമ്മയുടെ മോനാണ്. അപ്പോഴാ ഈ അപ്പച്ചന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 കസേര ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ അപ്പച്ചൻ അങ്ങനെ ഇടും. അപ്പച്ചൻ അതിലൊരു കസേരയിൽ ഇരിക്കും, വചനവുമായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിലേക്കൂടെ പോകുന്ന മനുഷ്യരെ എല്ലാം വിളിച്ചു വരുത്തി, മക്കളെ ഇങ്ങി വാ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി അദ്ദേഹം ഉപദേശം പറഞ്ഞു കൊടുക്കും, അതുപോലെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ വിടും. ഇത് തന്നെ അപ്പച്ചന്റെ സുവിശേഷം അതാണ്. അല്ലാതെ ഭവനങ്ങളിൽ കയറി ഇറങ്ങി പോയുള്ള സുവിശേഷം പറച്ചിലല്ല. അപ്പച്ചൻ അങ്ങനെ ഇരിക്കും. രാവിലെ വെയിലാകുമ്പോൾ അപ്പച്ചൻ അങ്ങ് പോകും, വൈകിട്ട് അതുപോലെ സമയത്ത് അങ്ങനെ ഇരിക്കും. അപ്പൊ ഒത്തിരി ആൾക്കാരുമായിട്ട് സഹകരിക്കും. അപ്പൊ നമ്മുടെ വീട് ഉള്ളിലോട്ട് കയറിയാണ്, നമുക്ക് വഴിയൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഈ പറമ്പിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും. മറ്റുള്ളവരുടെ പറമ്പുകളിനെ ആശ്രയിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ അപ്പച്ചന്റെ വീട്ടിൽ കൂടെ അങ്ങനെ കാടിയെടുക്കാനൊക്കെ, പശുക്കളുണ്ടല്ലോ, അതിന് കാടിയെടുക്കാനായിട്ട് ഈ പറമ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ അപ്പച്ചൻ മക്കളെ ഇഞ്ഞു വന്നേ എന്ന് പറഞ്ഞ് എന്നെ അവിടെ വിളിച്ചിരുത്തും. അങ്ങനെ അപ്പച്ചന്റെ വായിൽ നിന്ന് വരുന്ന മധുരവാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ആ സ്നേഹവാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അപ്പച്ചന് വചനത്തെ പറ്റി എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. ആദമിനെ ഹവ്വയെ കുറിച്ചും മുതൽ ഓരോ കാര്യങ്ങൾ, യേശുവിനെ കുറിച്ചും യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചും എല്ലാം എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ കർത്താവ് ആണ് യേശുക്രിസ്തു, ജീവിക്കുന്ന ദൈവമാണ്, കർത്താവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ പിതാവ് എനിക്ക് രക്ഷാവാചകം ചൊല്ലി തന്നു. അങ്ങനെ ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം മുഖാന്തരമായി മാറി. പക്ഷെ എനിക്കത് വീട്ടിൽ പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പച്ചനെ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ്റെ അടുക്ക് ചെന്നിട്ട് അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞ് ആ പിതാവ് എന്റെ ഒരു അനുഗ്രഹം എപ്പോഴും വാങ്ങിക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി, വർഷം കടന്നുപോയി. ഞാൻ അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, 11-12 വയസ്സുള്ളപ്പോഴാണ് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്കൊരു ദർശനം തന്നത് ഇപ്രകാരമാണ്. ഞാൻ കപ്പയുടെ കമ്പ് ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുകയാണ്, അവിടെ ഒരു 2 ശക്തികൾ, അതായത് വെള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ, അത് കയ്യിൽ മിന്നുന്ന വാളുണ്ട്. മറ്റേ ആള് കറുത്ത വസ്ത്രം ധരിച്ച കറുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കയ്യിലും കറുത്ത വാളാണുള്ളത്. രണ്ടുപേരുടെ നല്ല യുദ്ധം ചെയ്യുന്നു. വെളുത്ത വാളുള്ള മനുഷ്യൻ ആകാശത്തിലേക്ക് വാള് ഉയർത്തി കടന്നു പോകുന്നു, മറ്റേത് ആ വെട്ടോടുകൂടി ഇല്ലാണ്ടായി തീരുന്ന ഒരു ഇത്. അതൊന്നും ദർശനമാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അന്ന് ആ കണ്ട ആദ്യത്തെ ദർശനമാണ് എന്റെ ജീവിതത്തിൽ. കണ്ണ് തുറന്നിരിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പം ഈ പിതാവ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ നാളുകളൊക്കെ ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കടഭാരം ഇങ്ങനെ കൂടി വരുത്തി എങ്ങനെ ഒരു പരിഹാരം കാണണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിതാവിന് വിദേശത്ത് കടന്നു പോകാൻ വേണ്ടി ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഞങ്ങൾ പാത്തോളജിക്കൽ ലാബോറട്ടറിയിലേക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗമാണ് അച്ഛന്, മഞ്ഞപ്പിത്തം കൂടിയിരിക്കുകയാണ്, കടന്നു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ ഹരിപ്പാട് പാത്തോളജിക്കൽ ലാബോറട്ടറിയിലെ രാമനാഥ പിള്ള എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ബന്ധുവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിടാ, നിനക്ക് വിദേശത്തൊന്നും പോകാൻ പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, ആലപ്പുഴ വിനയകുമാർ ഡോക്ടറെ ഒന്ന് പോയി കാണുക എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ നേരെ അങ്ങോട്ട് തന്നെ ആലപ്പുഴയ്ക്ക് പോയി. ഡോക്ടർ 1 മാസത്തേക്കുള്ള മരുന്ന് കുറിച്ചു കൊടുത്തെങ്കിലും 1 ആഴ്ചത്തേക്കുള്ള മരുന്നിനുള്ള പണമേ ഇവരുടെ കരത്തിലുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് വളരെ സങ്കടത്തോടെ ഭാരത്തോടെ കടന്നു വരികയാണ്. ഡോക്ടർ പറഞ്ഞു, അധിക നാളൊന്നും ജീവിച്ചിരിക്കുകയില്ല, അങ്ങനെയുള്ള ഒരു രോഗമാണ്, കൂടിയ മഞ്ഞപ്പിത്തമാണ്, നിങ്ങൾക്ക് എയ്ഡ്സ് പോലെ തന്നെ ഭയപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കുള്ളിൽ ഇവർക്ക് ഭയമായി. അച്ഛൻ മാനസികമായി തളർന്നു, അമ്മയും മാനസികമായി ആകെ തളർന്നു. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ അന്ന് പകല് ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരോട് വഴി എന്റെ അച്ഛൻ വിദേശത്തേക്ക് കടന്നു പോകും, മെഡിക്കലിനായിട്ട് എന്റെ അച്ഛനും അമ്മയും കടന്നു പോയിരിക്കുകയാണ്, എന്റെ അച്ഛൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻസില്, റബ്ബർ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ട് തരും കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ ലിസ്റ്റ് എല്ലാം വാങ്ങിച്ച് എന്റെ കയ്യിലിരിക്കും. ആ ലിസ്റ്റ് എന്റെ ബോക്സിനകത്തില് ഓരോ കൂട്ടുകാർക്കും, അങ്ങനെ എന്റെ കൂട്ടുകാർ തന്നിട്ടുള്ള ആ സാധനങ്ങളുടെ ലിസ്റ്റുകൾ എൻ്റെ കയ്യിൽ, പേന, പെൻസിൽ, റബ്ബർ, അങ്ങനെ അവർക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എൻ്റെ ബോക്സിലിരിക്കും. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ കൂട്ടുകാർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ അച്ഛൻ വിദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഈ ലിസ്റ്റ് കൊണ്ടുപോകും, എൻ്റെ വല്യച്ഛനോട് പറഞ്ഞിട്ട് വല്യച്ഛൻ പാഴ്സലായിട്ട് ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെയൊക്കെ ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കവേ ഇങ്ങനെയുള്ള ഒരു വാർത്ത കേൾക്കുകയാണ്, പിതാവിന് വിദേശത്ത് കടന്നു പോകാൻ പറ്റത്തില്ല, ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വാർത്ത ഞങ്ങളെ കുടുംബത്തിൽ
ആകെ തളർത്തി. അങ്ങനെ അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞടി ആരോട് ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. എന്റെ അമ്മ വളരെ സ്നേഹത്തോടെ തൊട്ടടുത്ത കൂട്ടുകാരിയോട് അമ്മയെ ഷെയർ ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ പറ്റത്തില്ല, ചേട്ടന് വലിയൊരു രോഗമാണ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം, HB പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കത് അത്രയും ഗ്രഹിച്ചില്ല. അപ്പൊ മകൻ വന്നപ്പം മകനോട് പറഞ്ഞു, അപ്പുറത്തെ ഭാസ്കരൻ നായർക്ക് എന്തോ രോഗമാണ്, ഏതാണ്ട് ഒരു പോസിറ്റീവ് ആണ്. എന്നാ HIV പോസിറ്റീവ് ആയിരിക്കും അമ്മേ, അതുകൊണ്ട് ഒരു കാരണവശാലും അവിടോട്ട് പകർച്ചകളൊന്നും കൊടുക്കരുത്, അവിടെ നിന്ന് എന്തെങ്കിലും തന്നാലും ഒന്നും വാങ്ങി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആഹാരം വെച്ചാൽ, ഞങ്ങൾ പാചകം ചെയ്യുന്നവരാണല്ലോ, എന്ത് സാധനം വെച്ചാലും അയൽവക്കത്തെ എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കും. അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ പത്തിയൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം. നല്ല സ്നേഹമാണ്, അയൽവക്കന്മാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പം ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുള്ളത് കൊണ്ട് ഈ ചേട്ടൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു കാരണവശാലും കൊടുക്കൽ വാങ്ങലൊന്നും നടത്തില്ല, കാരണം ഇത് പകരുന്ന രോഗമാണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഞങ്ങളോട് അവർ ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങി. പാല് വാങ്ങിക്കുന്നതൊക്കെ അങ്ങോട്ട് നിർത്തി. അങ്ങനെ ഭയങ്കര ഒരു ഒറ്റപ്പെടുന്ന ഒരു അനുഭവം അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ ശരിക്കും അങ്ങ് വിഷമിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് ഇനി ഇത് ആരോടും പറയരുത്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നോറും അച്ഛന് ക്ഷീണിതാവസ്ഥകൾ കൂടി വന്നു. അപ്പം തറവാട്ടിൽ നിന്ന് അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം മാറും, ഇവളൊരു കാലത്ത് ആ ദൈവമായിട്ട് നിന്ന വെളിച്ചപ്പാടത്തിയായിട്ട് നിന്നതല്ലേ, ആ ദൈവത്തിന് കൂടുതൽ പ്രയോജനപ്പെട്ടതാ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം, അന്നേരം അറിയാം. എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല്, എനിക്ക് ചിന്തയെന്ന് പറഞ്ഞാല് അമ്മൂമ്മ പറയാം, പിന്നെ നേർച്ച നീരും പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണ്, നേർച്ച നീര് നിവർത്തിക്കാത്തതിന്റെ ദോഷമാണ്, അതാണെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞു. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നകാരി ഇത് തന്നെയാ പറഞ്ഞത്, നിങ്ങൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, പലിശക്ക് എടുത്തു. 1.5 ലക്ഷം രൂപ പലിശക്ക് എടുത്തിട്ട് ഈ 6 ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞു. ഗുരുവായൂർ, മണ്ണാറശാല, അങ്ങനെ ശബരിമല, അങ്ങനെ കാറിന് പോകേണ്ട ആ ക്ഷേത്രങ്ങളിൽ അങ്ങനെ പോയി, നടന്നു പോകേണ്ടടുത്ത് അങ്ങനെ പോയി, അല്ലാതുള്ള അടുത്ത് അങ്ങനെ പോയി, ബസ്സിൽ പോകേണ്ടടുത്ത് അങ്ങനെ പോയി. അങ്ങനെ ഇവർ പറഞ്ഞതായിട്ടുള്ള സകല നേർച്ച കാഴ്ചകളും കഴിച്ചു. പക്ഷെ എന്നിട്ട് ചെന്ന് പരിശോധിച്ച് നോക്കുക, അതിലങ്ങ് വിശ്വസിക്കുക. ഞങ്ങള് ഇതിൽ ആശ്രയിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടി എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി തന്നെ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോ അച്ഛൻ അസുഖം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതിനെ ഒന്നും സേവിച്ചിട്ട് കാര്യമില്ല, ഇനി മുതൽ ഇതിനെ വിളക്കും കത്തിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, രക്ഷിക്കാൻ കഴിയത്തില്ലാത്ത ദൈവത്തെ എന്തിനാ നമ്മൾ ആരാധിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ എടുത്ത് ഞങ്ങള് കത്തിച്ചു കളഞ്ഞപ്പോഴത്തേക്കും നിലവിളക്കും മറ്റ് കത്താത്ത വിഗ്രഹങ്ങളുണ്ട്, അത് അമ്മുമ്മയങ്ങ് തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങള് അന്ന് മുതൽ നിലവിളക്ക് കത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഭജന പാടാനൊന്നും പോകത്തില്ല. അതിൽ ഒന്നും ഒരു മനുഷ്യനിലും വിശ്വാസമില്ല, ദൈവത്തിലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ കടന്നു. അതാണ് സത്യമായ ഒരു കാര്യം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞേടി, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് മരിച്ചു കളയാം, നീ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞുങ്ങളെ നീ വളർത്തിക്കോ എന്ന് പറഞ്ഞു. അച്ഛനോട് അമ്മ പറഞ്ഞു, ചേട്ടനില്ലാത്ത ലോകത്ത് ഞാൻ ജീവനോടെ ഇരിക്കത്തില്ല, നമുക്ക് ഒരുമിച്ച് മരിക്കാം, ആ മോളും ഇടിക്കുകയാണ്, അവള് മോനെ വളർത്തിക്കോളും, കാര്യങ്ങളെല്ലാം ചെയ്തോളും. അന്നേരം ഇവര് തങ്ങളിൽ പറയുകയാണ്, കടഭാരങ്ങളെല്ലാം ആരെങ്കിലുമൊക്കെ എഴുതി തള്ളും, ആ പിള്ളേരോട് ആരെങ്കിലും പൈസ തരാൻ പറയുമോ, അപ്പൊ ലക്ഷങ്ങളെല്ലാം അങ്ങനെ അങ്ങോട്ട് പൊക്കോളും, പിന്നെ നിന്റെ ബന്ധുക്കളൊക്കെ കഴിവുള്ളവർ അവരൊക്കെ നോക്കിക്കോളും, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോ ഈ പിതാവ് എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള കടയ്ക്കൽ കൊച്ചുകുട്ടിച്ചായന്റെ കടയിൽ നിന്ന് വളക്കടയാണ്, വളം വിൽക്കുന്ന കട, അവിടെ ഈ വിഷം കിട്ടും, എലിവിഷം, പാഷാണോ എന്നൊക്കെ പറയും. എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പൊതിഞ്ഞ് അവിടെ അടുക്കള വെച്ചു. അപ്പൊ ഞാൻ ഇതെടുത്ത് തുറന്നു നോക്കി. ഞാൻ വിചാരിച്ച വല്ല പലഹാരത്തിന്റെ പൊതിയാണ്. നോക്കുമ്പോ ചാര നിറത്തിലുള്ള ഒരു ഗന്ധമുള്ള ഒരു സാധനം. സ്മെല്ല് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അലർജിയുള്ള കുറെ തുമ്മി. ഞാൻ അതുപോലെ തന്നെ കെട്ടി അവിടെ വെച്ച്. എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നമുള്ള സംഭവമാണ്. അപ്പം അമ്മയോട് അച്ഛൻ പറഞ്ഞു, ഇന്നലെ അകത്ത് വെച്ചിരിക്കുന്ന സാധനം പിള്ളേര് കാണുന്നതിന് മുമ്പ് എടുത്തങ്ങ് മാറ്റിയേരെന്ന് പറഞ്ഞു. അപ്പോഴമ്മ എന്നോട് പറഞ്ഞു, മക്കളെ പിന്നെ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം, അതല്ല നമ്മുടെ മുൻപിൽ വഴിയൊന്നുമില്ല, ആരും നമ്മെ സഹായിക്കാൻ കാണത്തില്ല, അങ്ങനെ ശരി അമ്മേ നമുക്ക് അങ്ങനെ അങ്ങനെ മരിക്കാം എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഭക്ഷണത്തിനകത്ത് വിഷം കഴിച്ച് മരിക്കാം എന്നുള്ള തീരുമാനത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ അന്ന് പകല് ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് സ്വസ്ഥതയൊന്നുമില്ല. ദൈവമേ, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും എന്റെ ഉള്ളിൽ മരണം മണി പോലെ അത് തോന്നുന്നത്. കാരണം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആഹാരത്തിനകത്ത് വിഷം തരും, ഒരുമിച്ച് കഴിക്കും, ഞങ്ങൾ മരണപ്പെടും, നാളെ ഇതുപോലെ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റത്തില്ല, എന്റെ ഈ കൂട്ടുകാരെല്ലാം മൗനജാഥയായിട്ട് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരും, അവരൊരുപാട് സങ്കടപ്പെടും. അപ്പൊ ഞാൻ ഓരോ കൂട്ടുകാരെയും കാണുമ്പോഴത്തേക്ക് യാത്ര പറയും പോലെ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നുക.
ഞാൻ എൻ്റെ കൂട്ടുകാരി രശ്മി, ഷൈനി, മായ, അജന്ത ഇവരെ എല്ലാം ഇങ്ങനെ ഉള്ളിൽ കണ്ടിട്ട് അവരെ എല്ലാം നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞു ഒഴുകുക. വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല, ഉള്ളിലിരിക്കുക. അമ്മ പ്രത്യേകം പറഞ്ഞിട്ട് ഒരു മനുഷ്യരോടും പറയരുത്. അപ്പൊ ഞാനിങ്ങനെ പറയും, രശ്മി നിന്നെ എനിക്ക് നാളെ കാണാൻ പറ്റത്തില്ല, നിന്റെ ഈ കൂട്ടുകാരി ഇന്നും കൂടെ നിന്റെ കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ ഷൈനി ഒന്ന് നോക്കും, ഷൈനി ഞാൻ പോവാടി, നാളെ കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്നെ ഒത്തിരി മിസ് ചെയ്യായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലേക്ക്, ചില വാക്കുകൾ എന്റെ മനസ്സിലേക്ക് വന്നു. ഞാനിങ്ങനെ കരപ്പിലൊക്കെ എന്റെ കൂട്ടുകാരി രശ്മി ചോദിച്ചു, നീ എന്തിനാ ഇത്രയും അങ്ങ് വിഷമിക്കുന്നേ, നീ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറയാം. എന്റെ ആത്മമിത്രമായ രശ്മിയോട് പറയാത്തില്ലാത്ത ഒരു രഹസ്യം എന്റെ ജീവിതത്തിലില്ല. പക്ഷെ അവളോട് പോലും ഞാൻ ഇക്കാര്യം മറച്ചു വെച്ചു. അങ്ങനെ സമയമെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കടന്നുപോയി ചെന്നപ്പം അന്ന് സന്ധ്യയായ സമയത്ത് എന്റെ സഹോദരന്, അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല, രാത്രി 9:30 അച്ഛൻ വരുമ്പോഴത്തേക്ക്. അപ്പം എന്റെ സഹോദരൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കോ, പതിവില്ലാതെ ഭയങ്കരമായിട്ട് വിശക്കോ, അമ്മ എനിക്ക് ആഹാരം തരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ത്രിസന്ധ്യ സമയത്ത് ആഹാരം ഒന്നും തരത്തില്ല, നീ എന്തി പറയുന്നത്? അപ്പൊ ആ പറഞ്ഞ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാൻ പറഞ്ഞു. എന്നാ മോൻ ഉറങ്ങണ്ട, എന്നാ അമ്മ ആഹാരം തരാന്ന് പറഞ്ഞ അമ്മ അവൻ ആഹാരം കൊടുത്തപ്പോ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കും വിശക്കുവാന്ന്. സത്യം പറഞ്ഞ വിശന്നിട്ടല്ല, ഇവര് ഭക്ഷണത്തിനകത്ത് വിഷം തരുമെന്നുള്ള വെപ്രാളം, ആ പേടി കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കും വിശക്കും. സത്യം പറഞ്ഞ വിശക്കൊന്നുമില്ല. അങ്ങനെ അമ്മ എനിക്കും ആഹാരം തന്നു. അവന് കയറി കിടന്നു. അപ്പൊ തന്നെ അവൻ ഉറങ്ങി. ഞാനിങ്ങനെ ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ചും ചിന്തിച്ചിങ്ങനെ കിടക്കാൻ. അവസാനം 9:30 സമയത്ത് എന്റെ അച്ഛൻ വന്നു. സൈക്കിളിലാണ് അച്ഛൻ യാത്ര ചെയ്തു വരുന്നത്. അങ്ങനെ അച്ഛൻ വന്ന് ബെല്ലടിച്ചു, സൈക്കിളിന്റെ ബെല്ലടിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടിച്ചെല്ലും, അങ്ങനെ പതിവ്. അങ്ങനെ അന്ന് ചെന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾ എവിടെ പോയി? അന്നേരം പറഞ്ഞു, ചേട്ടാ കുഞ്ഞുങ്ങൾ ഉറങ്ങി എന്ന് പറഞ്ഞു. അവരെന്താ നേരത്തെ ഉറങ്ങിയോ? ആഹാരം കഴിച്ചിട്ടാണോ കിടന്നത്? അതെ ആഹാരം കഴിച്ചിട്ടാ കിടന്നതെന്ന് പറഞ്ഞു. ഇന്ന് പിന്നെ നാളെ ചെന്ന് എന്തൊരു പണിയാ കാണിച്ചത്? കുഴപ്പമില്ല, നാളെ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവര് തങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. അമ്മയും അച്ഛനും തമ്മിൽ പറയുന്നത്, സങ്കടപ്പെടുന്നത്, ഞാൻ എങ്ങനെ അടിച്ചവിടെ കിടന്ന് കരയും, ആരും ഇത് അറിയുന്നില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിന്നെ നാളെ എന്നുള്ള ആ ദിവസം രാവിലെ അച്ഛൻ ജോലിക്കായിട്ട് അങ്ങ് കടന്നുപോയി. തൊട്ട് കഴിക്കലെ വീട്ടിലെ പെന്തക്കോസ്ത് വീട്ടിലെ അമ്മ, നടുക്കലത്തെ വീട്, 3 വീട്ടുകാരാണ്. അന്ന് ആ ദാനിയേൽ അപ്പച്ചന്റെ വീട്, നടുക്കലത്തെ വീട് IPCയിലെ ആരാധന നടത്തുന്നത്, അവര് കടമുറിയിൽ ആരാധന നടത്തുന്നത് നീലമ്മച്ചിയുടെ കുടുംബം, 3ാമത് ലില്ലിക്കുട്ടി അമ്മയുടെ കുടുംബം. ഈ നടുക്കത്തെ വീട്ടിലെ പെന്തക്കോസ്ത് അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ ഒരു പാത്രത്തിനായിട്ട് വന്നു. അപ്പൊ അമ്മയുടെ മുഖം മാടിയിരിക്കുന്നുണ്ട്. എന്റെ വല്യച്ഛൻ വിദേശത്ത് നിന്ന് വിളിക്കുന്ന ഈ അമ്മച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈ അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം. മെഡിക്കൽ ചെക്കപ്പിന് പോയിട്ട് എന്തായി എല്ലാം ഇങ്ങനെ ചോദിക്കും. അപ്പൊ എല്ലാം പറഞ്ഞു, അമ്മ പറഞ്ഞു, അമ്മമ്മേ വിദേശത്ത് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു രോഗമാണ് ചേട്ടന്, മരിക്കുകയല്ല ഞങ്ങളുടെ മുമ്പിൽ മറ്റു വഴികൾ. ഇപ്പത്തേക്ക് അമ്മമ്മ പറഞ്ഞു, ഇന്ദിരാമ്മയെ മരണം യാതൊരു പൊമഴിയല്ല, നമ്മളെ ജനിപ്പിച്ച ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും മരണത്തെ പറ്റി പറയല്ലേ, അത് തെറ്റാണ്, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യരുത്, എല്ലാത്തിനും പരിഹാരമുണ്ട്. അതെന്താ അമ്മമ്മ? അങ്ങനെ കർത്താവിലാണ് പരിഹാരം. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്, തീരുന്ന ദിവസമാണ് ഇന്ന്. അപ്പൊ ഒത്തിരി ആൾക്കാർ വരും, അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി, പാത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്ദിരാമ്മയെ ഒന്ന് കടന്നു പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മനസ്സിലെ വളരെ ഭാരങ്ങൾ അങ്ങ് മാറിപ്പോകുന്നതായിട്ട്, ഈ അമ്മാമ്മയോട് ഈ വിഷയം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുവരെ അത്രയും നാളുകളായിട്ട് അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ റിലീസ് ആകുന്നതായിട്ട് അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അന്നേരം മുതൽ അമ്മ സ്വതന്ത്രയാണ്. അമ്മാമ്മയുടെ 2 ആശ്വാസ വാക്ക് കർത്താവിൽ ഉള്ള ആ ഒരു ഉറപ്പ് പറഞ്ഞതോടുകൂടി അമ്മയുടെ ആ ഒരു ഭാരം, അതുവരെ ചങ്കുത്ത് വലിയൊരു ഭാരം വെച്ചുകൊണ്ട് നടന്ന പോലുള്ള ഒരു അവസ്ഥ അങ്ങ് മാറിയിട്ട് അമ്മ സമാധാനത്തോടെ ആ കർത്താവെ വിടുവിക്കണമെന്നുള്ള ആ ഒരു രീതിയോടുകൂടി, ആ പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരുന്നു. അങ്ങനെ അച്ഛൻ ജോലി കഴിഞ്ഞ് അന്ന് വൈകിട്ട് വന്നപ്പോൾ അമ്മ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമ്മുടെ കഴിക്കാരെ ലീലമ്മ വന്നിട്ടുണ്ട്. നീ എന്തിനാടി, നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമല്ലോ, എല്ലാം പറയേണ്ടി വന്നു ചേട്ടാ, കാരണം ചേട്ടൻ വിളിക്കുന്നത് അവിടെ അല്ലേ, അപ്പൊ പിന്നെ അവരോട് പറയാതിരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അമ്മാമ്മ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അമ്മാമ്മ പ്രാർത്ഥനയ്ക്ക് കണ്ടോ? അല്ലേലും അതെ, ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിക്ക് ഇരിക്കുക, നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ മുമ്പ് ശരിയാകത്തില്ല, നീ എന്തു പറയുന്നേ? അന്നേരം അമ്മ പറഞ്ഞു, ചേട്ടാ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിനെക്കാട്ടി നല്ലതല്ലേ? അപ്പൊ ആ വാക്ക് അച്ഛന്റെ മനസ്സിലുടക്കി. അന്നേരം പറഞ്ഞു, എത്ര രൂപയാകൂടി പെന്തക്കോസ്തുകാരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്? അന്നേരം പറഞ്ഞു, ചേട്ടാ 1 രൂപ പോലും കൊടുക്കണ്ടേ, 1 രൂപ പോലും കൊടുക്കണ്ടേ ചേട്ടാ, നമുക്കൊന്ന് പോകാൻ ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛനും അമ്മയും ഞാനും എന്റെ സഹോദരനുമായിട്ട് ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്കായി കടന്നുപോയി. ആ കോമ്പൗണ്ടി കാല് ചവിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സമാധാനം ഞങ്ങളുടെ എല്ലാവർക്കും തന്നെ ഫീൽ ചെയ്തു. ആ കടമുറിയിലേക്ക് കടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ആൾക്കാർ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു കടമുറിയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു ഉപവാസ
ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. അപ്പൊ ഈ അമ്മച്ചി പാസ്റ്ററോട്, ഷമീൽ കോശി എന്ന് പറഞ്ഞ ദൈവദാസനോട് ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വേറെ 2 ദൈവദാസന്മാരുണ്ടായിരുന്നു. ഞങ്ങളെ അവിടേക്ക് വിളിച്ചിരുത്തി എല്ലാവരുടെ ചേർന്ന് കരം കോർത്ത് പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ കുടുംബം ഒരു നായർ കുടുംബമാണ്, ഈ പിതാവിന് ഇന്ന രോഗമാണ്, ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടണം, കാരണം ഒരുപാട് കടഭാരമുണ്ട് ഇവർക്ക്. അപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തുകയാണ്, ഇദ്ദേഹം ഒരു പ്രവാചകനായ മനുഷ്യൻ. ഇദ്ദേഹം പറയാണ്, ഇവര് മരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന കുടുംബമാണ്, വിഷം വാങ്ങിച്ച് ആത്മഹത്യ. ഞങ്ങൾ അതീവ രഹസ്യമായിട്ട് ഒരു മനുഷ്യരോടും പറയാത്തൊരു കാര്യം ഈ മനുഷ്യൻ അതിന് ദൈവാത്മാവ് കൊടുത്തിട്ട് അദ്ദേഹം പറയാനിടയായി. ഇതുപോലും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമോ എന്നുള്ള ഒരു ഭയം എന്റെ പിതാവിന് ഉണ്ടായി. അച്ഛൻ എഴുന്നേറ്റിട്ട് സാക്ഷ്യം പറഞ്ഞു, ഇങ്ങനെ മാറുകയാണെങ്കിൽ, അതായത് ഈ രോഗം മാറുകയാണെങ്കിൽ ഞങ്ങൾ മറ്റൊന്നും നോക്കത്തില്ല, ഞങ്ങൾ ഇതിലേക്ക് കടന്നു വരാൻ. അപ്പൊ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് എല്ലാവരോടും പ്രാർത്ഥിച്ച് എന്റെ പിതാവിന് കൊടുത്തു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, ഈ വെള്ളത്തെ കർത്താവെ അവിടുത്തെ രക്തമാക്കി മാറ്റണമേ. ഈ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കൾ പൂർണ്ണമായും അത് മാറിപ്പോകണം. ഇദ്ദേഹം കുടിക്കുമ്പോൾ ആന്തരിക അവയവങ്ങളിലെല്ലാം ശക്തി പകരണം. മഞ്ഞപ്പിത്തത്തിന്റെ യാതൊരു പ്രയാസങ്ങളും പിന്നെ അലട്ടുവാനിടയാകരുത്. ഈ കുടുംബം ദൈവത്തെ അറിയാൻ മുഖാന്തരമായി ഈ ഒരു തീരണമേ, ഈ ശുശ്രൂഷ തീരണമേ എന്നൊക്കെ പറഞ്ഞ് ശക്തമായി ആ ദൈവമക്കൾ കണ്ണുനീരോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛന് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു അനുഭവം, കാരണം ഹിന്ദുക്കളായ ഞങ്ങള് ആലയത്തിൽ പോയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പോരും, എല്ലാവരോടും ഞങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തില്ല. ഭക്തിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മടങ്ങിപ്പോരും. ഞങ്ങൾ വ്രതം എടുക്കും, പിന്നെ ശയന പ്രദക്ഷിണം ചെയ്യും. ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷർട്ടൊക്കെ ഊരി അമ്പലത്തിന് ചുറ്റും ഒരു ഇതുണ്ട്, സ്ലാബുണ്ട്, അതിൽ കൂടി ഇങ്ങനെ ശയന പ്രദക്ഷിണം വയ്ക്കും. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യും. ചിലര് കോഴിയെ യാഗമർപ്പിക്കും, മൃഗങ്ങളെ യാഗമർപ്പിക്കും, വിഗ്രഹത്തിന് പട്ടു കൊടുക്കും, വള കൊടുക്കും, വിഗ്രഹത്തിന് രൂപം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദൈവപ്രീതി ലഭിക്കും. എങ്ങനെ പാപത്തിന് എങ്ങനെ ക്ഷമ ലഭിക്കും എന്നുള്ള ഇതിനു വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം ഇവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ അറിയത്തില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിശയമായിട്ട് തോന്നി. ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അച്ഛനെ എഴുന്നേറ്റിട്ട് നന്ദി പറഞ്ഞു. ഞാൻ ചെന്ന് പരിശോധിച്ച് നോക്കും, ഈ അസുഖം ഇല്ല എന്നാണെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കാം. അതിന് ഒരു കാരണമുണ്ട്. കാരണം അച്ഛൻ ഈ വെള്ളം കുടിച്ചപ്പോൾ തന്നെ തന്റെ ശരീരത്തിലൊരു അനുഭവം ഉണ്ടാകുകയാണ്, സംഭവിക്കുകയാണ്. തന്റെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത ശക്തി വിട്ടുപോകുന്നതായിട്ട് അച്ഛനെ തോന്നി. എന്നിട്ട് തന്നിലേക്ക് ഒരു തേജസ് കടന്നു വരുന്നതായിട്ടുള്ളൊരു അനുഭവം തോന്നി. അതാണ് അച്ഛന് ഉറപ്പായിട്ടും പറഞ്ഞതിന് കാരണം. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നേർച്ച കാഴ്ചകളൊക്കെ കഴിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലേ, എന്തോ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഇവിടെ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്റെ അച്ഛൻ ആരുടെയും പ്രേരണ കൂടാതെ ഉറക്കെ പറയുവാനിടയായിട്ടുണ്ട്. അത് സ്വർഗം കേട്ടു പ്രിയ ദൈവമക്കളെ. അങ്ങനെ അച്ഛൻ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ പഴയ ലാബോറട്ടറി തന്നെ പരിശോധിച്ച് നോക്കിയ അസുഖമില്ല. രാമനാഥ ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, പിന്നെയും ആലപ്പുഴ വിനയമ്മ ഡോക്ടറെ ഒന്നുകൂടെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഈ റിപ്പോർട്ട് എടുത്ത് ദൂരെ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നേക്കാൾ വലിയൊരു ശ്രേഷ്ഠനായ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ റിപ്പോർട്ടിൽ എന്തോ തിരുത്തലും ഉണ്ടാക്കിയിട്ട് വന്നു, നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ഒരു പേഷ്യന്റിന് ഇന്ന രോഗമാണെന്ന് ആ ലാബോറട്ടറിയിലും പിന്നെ ഇവിടുത്തെ ഇതിലും തെളിഞ്ഞ ഒരു സ്ഥിതിക്ക് 2-3 തവണ പരിശോധിച്ച് നോക്കിയിട്ട് കുഴപ്പമാണെന്ന് ഉള്ള റിപ്പോർട്ട് ഉള്ള ആള് ഇത്രയും വേഗം വന്നിട്ട് പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല, മഞ്ഞപ്പിത്തം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും, നിങ്ങൾ എന്നെ ഫൂളാക്കാൻ വേണ്ടി വന്നതാണോ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ കയർക്ക് സംസാരിച്ചെടുത്ത് എറിയാനിടയായി. അച്ഛൻ വളരെ വിഷമിച്ച് ഇതെടുത്ത് റിപ്പോർട്ട് എടുത്ത് മേളി വെച്ചിട്ട് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയതെല്ലാം അഴിച്ചിട്ടിട്ട് മനേന്നൊക്കെ പറഞ്ഞ് വളരെ വിനയത്തോടെ അച്ഛൻ പറഞ്ഞു, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഈ ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് പോയി അവരൊരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തന്നു, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങേക്കാൾ വലിയൊരു പ്രശസ്തനായ ഡോക്ടറെ കാണാൻ പോലും ഒരു വൈദ്യന്മാരിലും ഞങ്ങൾ ആശ്രയിച്ചില്ല സാറേ എന്ന് ഈ ഇദ്ദേഹം പറഞ്ഞു. ഈ ഡോക്ടർ പറഞ്ഞു, എടോ എന്റെ ഒരു പേഷ്യന്റ് എനിക്കൊരു അത്ഭുതമാണല്ലോ, ഇദ്ദേഹം ഹൈന്ദവനായ ഡോക്ടർ, ഒരു അമ്പലത്തിനടുത്താണ് ഇദ്ദേഹത്തിന്റെ താമസം. അപ്പൊ അദ്ദേഹം പോലും ദൈവത്തെ കർത്താവ് കൊള്ളാവല്ലോ, യേശു കൊള്ളാവല്ലോടോ, എന്റെ ഒരു പേഷ്യന്റ് ഇങ്ങനൊരു അത്ഭുതമോ, അത് കൊള്ളാം കേട്ടോ, എന്തായാലും പോയിട്ട് വാ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ സന്തോഷത്തോടെ യാത്രയാക്കി. അങ്ങനെ എന്റെ പിതാവ് വിദേശത്തേക്ക് കടന്നു പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എന്റെ അച്ഛൻ സ്നാനപ്പെട്ടതിന് ശേഷം കടന്നുപോയി. ഞങ്ങള് സ്നാനപ്പെട്ടില്ല.
ഞങ്ങൾ സ്നാനപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കെല്ലാം കടന്നു പോകുന്നുണ്ടെന്ന് വീട്ടുകാരൊക്കെ അറിഞ്ഞു, നാട്ടുകാരൊക്കെ അറിഞ്ഞു, ആകെ പ്രശ്നമായി, ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി, അങ്ങനെ പ്രതികൂലങ്ങളിലൊക്കെ നിൽക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ കടഭാരം എങ്ങനെയാണെങ്കിലും തീരണം. അപ്പൊ അച്ഛൻ അവിടെ കടന്നു പോയിട്ട് അച്ഛന് പ്രതികൂലം മാറിയില്ല. അച്ഛൻ പെട്ടെന്ന് അവിടെ ജയിലിലായി തീർന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാറ്ററിംഗിന്റെ വർക്കിന് അച്ഛൻ പോയി, കുക്കായിട്ടാണ് പോയത്. എന്റെ പിതാവും എന്റെ വല്യച്ഛൻ, എന്റെ അച്ഛനും അച്ഛന്റെ ജ്യേഷ്ഠനും പാചകക്കാരൻ. അച്ഛന് മസ്കറ്റിലും അല്ലിച്ചൻ സലാലയിലും, ഇങ്ങനെ രണ്ടിടത്താണ് ഇവർ നിൽക്കുന്നത്. അപ്പം കാറ്ററിംഗിന്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഹോട്ടലിലെ ഒരു അറബി വന്നിട്ട് വെള്ളം ചോദിച്ചു. അച്ഛന് വെള്ളം എന്തുവാണെന്ന് മനസ്സിലായില്ല, എന്തോ ചോദിക്കുന്നത് മനസ്സിലായില്ല. അച്ഛൻ പറഞ്ഞ വേണേ എടുത്തു കുടിക്കും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവരെ ഓർത്ത് എന്തോ ചീത്ത പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹവും എന്തൊക്കെയോ പറഞ്ഞു, അച്ഛനും തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഉന്തും തള്ളുവായി, പ്രശ്നമായി. അച്ഛനെ അവിടെ തല മുട്ടയടിച്ചിട്ട് ജയിലിലിട്ടു. അപ്പൊ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് പണമില്ല, ആകെ പ്രശ്നം എന്ന് വെച്ചാൽ വല്യച്ഛൻ പണം വായ്പ എടുത്തിട്ടാണല്ലോ എടുത്തത്. അപ്പൊ ആ പൈസ അടയ്ക്കണം. പിന്നെ അങ്ങനെ ആകെ അച്ഛൻ അയച്ചു തന്ന 60,000 രൂപയാണോ 1,60,000 എന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ എന്തോ ഒരു തുകയാ തന്നിട്ടുള്ളൂ. അല്ലാതെ അച്ഛനൊന്നും അയച്ചു തരാൻ പറ്റും. 1.5 വർഷം എന്റെ പിതാവ് അവിടെ നിന്നു. പക്ഷെ 2 വർഷത്തെ ഇതിനു വേണ്ടി പോയതാണ്. പക്ഷെ 1.5 വർഷം എടുക്കുന്നതിനും അച്ഛന് മടങ്ങി വരേണ്ട അത്രത്തോളം പ്രതികൂലമായിരുന്നു എന്റെ പിതാവിന്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് സംഭവിക്കുന്നത്. എന്റെ മാതാവ് എന്നോട് പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യണം, മക്കൾ എന്റെ കൂടെ നിൽക്കണം, നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മക്കൾ എന്റെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു, അമ്മയെ എന്തിനും ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കുഞ്ഞമ്മ, എന്റെ ശശിയുടെ കുഞ്ഞമ്മ വന്നിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്റെ കൂട്ടുകാരൻ നൗഷാദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനുണ്ട്, അവന് തുണിക്കച്ചവടമാണ്. അപ്പൊ അവന് എന്നോട് പറഞ്ഞു, ഈ ചേച്ചി ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഞാൻ കുറച്ച് തുണി തരാം, അത് കൊണ്ടുവന്ന് കച്ചവടം നടത്തും, നല്ല ലാഭമാണ്, അപ്പം ഇത് പിരിഞ്ഞിട്ട് പൈസ തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഒക്കെ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ അത് സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. ആദ്യം 1000, 1500 ഇങ്ങനെ അതും കൂടി 2 ലക്ഷം രൂപയുടെ തുണി വരെ ഞങ്ങൾ അദ്ദേഹത്തോട് എടുത്തു. അങ്ങനെ തുണി കച്ചവടം വളരെ നന്നായിട്ട് നടന്നു. ഇതൊന്നും എന്റെ പിതാവ് സ്കൂളിലെ പഠിത്തമൊക്കെ തീർന്നായിരുന്നു? സ്കൂളിലെ പഠിത്തമൊന്നും തീർന്നിട്ടില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 8, 9 ആ ഒരു കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. തുണി വിൽക്കാൻ പോകുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യും. എന്റെ സഹോദരൻ ക്ലാസ് മുടക്കി അമ്മയുടെ കൂടെ പോകും. ഞാൻ ക്ലാസ് മുടക്കത്തൊന്നുമില്ല, ഞാനായിരുന്നു. പക്ഷെ കണക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഞാനായിരുന്നു. അപ്പൊ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കും, ഇന്ന മോഡലില് ഇത്ര കളർ അങ്ങ് എടുക്കണം, എന്നിട്ട് അമ്മ അത് പരസ്യമായിട്ട് അമ്മ ഒരെണ്ണം ഉടുത്തോണ്ട് പോകണം, എന്നിട്ട് പറയണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതുപോലെ തന്നെ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണോ എന്നൊക്കെ ചോദിച്ചു ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാനാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇതങ്ങോട്ട് വർക്കൗട്ടായി. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കടഭാരങ്ങളെല്ലാം തീരത്തക്ക രീതിയിൽ ദൈവം ഇതിനെ അങ്ങ് വർദ്ധിപ്പിച്ചു. 2 ലക്ഷം രൂപയുടെ തുണി ഒന്നിച്ചെടുക്കത്തക്ക വണ്ണം ഉള്ള ഒരു വർധനവ് ദൈവം ഞങ്ങൾക്ക് തന്നു. ഈ കൊച്ചനും കുഞ്ഞമ്മയും അമ്മയുടെ സഹോദരിയാണ് ഞങ്ങളെ അതിന് സഹായിച്ചത്. അവർ ഞങ്ങളുടെ കൂടെ നിന്നു. അങ്ങനെ കടഭാരം എല്ലാം തീർത്തു. അപ്പൊ ഞങ്ങള് കടഭാരം തീർത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ വീട്ടില് ഒന്നുമില്ല, പട്ടിണിയാണ്, നല്ല ഒരു വസ്ത്രമില്ല, നല്ല ആഹാരമില്ല, ഒന്നുമില്ല. അപ്പൊ തുണിക്കച്ചവടം നടത്താൻ തുടങ്ങിയപ്പം അവസ്ഥക്കൊക്കെ ഭേദം വന്നു. അച്ഛന് വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യം നേരിട്ടു. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഇടി നല്ല ചോറ് വെച്ച് കൊടുക്കണേ, റേഷനരി ഒന്നും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാമ്പത്തിക കടഭാരം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിയുമായിരുന്നില്ല. അപ്പം റേഷനരിയൊക്കെ വാങ്ങിച്ചു, ചിലപ്പോൾ കഴിച്ചു, ചിലപ്പോൾ കഴിച്ചില്ല. ഒരു ദിവസത്തേക്കുള്ളൊരു നീക്കി ബാക്കി എന്നുള്ള തരത്തിൽ ഇങ്ങനെ നീക്കി വെക്കും. ഒരു പ്ലേറ്റ് ചോറുണ്ടെങ്കിൽ എനിക്കും അമ്മയ്ക്കും ആ സഹോദരനും അത് മതി. അങ്ങനെയുള്ള രീതിയിലെല്ലാം കണക്ക് കൂട്ടിയുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരുപാട് ദൈവം ഞങ്ങളുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം. അതിനു മുമ്പ് റേഷനരിക്ക് പോലും മാർഗമില്ലാതിരുന്ന ഒരു സമയമുണ്ട്. അതാണ് ഞങ്ങളെ ഈ തുണിക്കച്ചവടത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ കാരണം. അപ്പം തൊട്ട് കഴിക്കാൻ വീട്ടിലെ ഈ പെന്തക്കോസ്ത് അപ്പച്ചനോട് 100 രൂപ വായ്പ വാങ്ങിച്ചിട്ട് 1 കിലോ പഞ്ചസാര, അതുപോലെ റേഷനരി കിട്ടുമല്ലോ അന്ന്, റേഷനരി, പച്ചരി, ഗോതമ്പ്, ഇത്രയും കൂടെ അന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് അപ്പച്ചനോട് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, വൈകിട്ട് എനിക്ക് തിരികെ തരണമെന്ന്. പക്ഷെ അന്ന് വൈകിട്ടായപ്പോഴും പാലുകാരും പൈസ തന്നിട്ടില്ല. നാഴിപ്പാല്, 2 നാഴിപ്പാല്, ഇടങ്ങഴി, 3 നാഴി, ഇങ്ങനെയാണ് അവിടുത്തെ അന്നത്തെ കണക്ക്. ഇപ്പോഴാണ് ലിറ്ററൊക്കെ ആയത്. അന്ന് 1/2 തുടം, 1 തുടം, 2 തുടം, ഇതൊക്കെയാണ് കണക്ക്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് 2 രൂപ, 1 രൂപ ഇങ്ങനെയൊക്കെയാ തുട്ടുകളാ കിട്ടുന്നത്. 25 പൈസ മുതലൊക്കെ അങ്ങോട്ടാണ് പാലിന് വില.
അപ്പം അന്ന് ആരും പൈസ തന്നിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വിചാരം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ പൈസ സാധാരണ തരുന്നത് അന്നിപ്പോ തന്നുമില്ല. അപ്പൊ ഞങ്ങളിത് ഞാനും എന്റെ അമ്മയും കൂടെ വാതിലടച്ചിട്ട് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അപ്പച്ചന് പൈസ കൊടുക്കണം, എന്തായിത്തീരും. അപ്പം തലേ രാത്രിയില് വിദേശത്തുള്ള ഒരു ദൈവദാസനോട്, അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ആണ്, പത്തിയൂർ ഇന്ദിരയ്ക്ക് റേഷനരിക്ക് പോലും മാർഗമില്ലെന്ന് അവൾ ഭാരപ്പെടുന്നു, അവൾക്ക് വേണ്ടത് ചെയ്യുക എന്നുള്ള ദൈവശബ്ദം ഈ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയില്ല അദ്ദേഹം കേൾക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ പത്തിയൂർ ഇന്ദിര എന്ന് എഴുതി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, പത്തിയൂർ ഒരു ഇന്ദിരയുണ്ട്, ആ ഇന്ദിരയെ കണ്ടുപിടിച്ചിട്ട് 1500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൈസയായിട്ട് രാവിലെ മുതൽ ഈ ചേച്ചിമാര് നടക്കുകയാണ്. അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കും ഈ അപ്പച്ചനോട് പൈസ വാങ്ങിക്കാനും ഇതെല്ലാം. ഞങ്ങള് വീട്ടില് പ്ലാൻ ചെയ്ത് ചിന്തിച്ചിരുന്നു. അന്ന് വൈകിട്ട് നാളത്തെ കാര്യം എങ്ങനെയാ ചിന്തിക്കുന്നത് ദൈവം അറിഞ്ഞിട്ട് ദൈവത്തിന്റെ ഭക്തനായവനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളെ അറിയുന്ന ദൈവമുണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ അതൊക്കെ. അപ്പൊ അങ്ങനെ അമ്മ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൽ തന്നെ വെളിയിൽ ഒരു വിളി കേൾക്കാം, ഇന്ദിരാമ്മേ എന്നുള്ള വിളി അപ്പച്ചൻ വിളിക്കുന്നതാ. അപ്പം അമ്മ പറഞ്ഞു, എന്റെ പൊന്നുമോളെ, അപ്പച്ചൻ പൈസക്ക് വന്നതാ, മക്കളൊരു കാര്യം ചെയ്യും, പറയല്ലേ, അമ്മ അപ്പുറത്ത് പോവാ, പറയല്ലേ, അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങി ചെന്നപ്പോണ്ട് അപ്പച്ചന്റെ കൂടെ വേറെ 2 ആന്റിമാരും ഉണ്ട്. ഇന്ദിരാമ്മ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ അകത്തുണ്ട് അപ്പച്ച, ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. നീ പറയണ്ടെന്ന് പറഞ്ഞല്ലേ നിന്നോട്, ഈ പെണ്ണിന്റെ കാര്യം. അമ്മ വെതുക്കെ ഇറങ്ങി വന്നു. അമ്മയുടെ വിചാരം പൈസ ചോദിക്കാനാണ്. ഇന്ദിരാമ്മയെ തിരക്കി വന്ന 2 സഹോദരിമാര് എന്ന് പറഞ്ഞു, അയ്യോ എന്താ, ഞാനിവരെ കണ്ടിട്ടില്ലല്ലോ, ആരാ എന്താന്നൊക്കെ അമ്മ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇന്ദിരാമ്മയാണോ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഹോദരന് വിദേശത്താണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഞങ്ങൾ രാവിലെ മുതൽ ഒരു ഓട്ടോ പിടിച്ച് നടക്കുകയാണ്, അന്നേരം വൈകുന്നേരം സമയമായി, അതുവരെ ഇങ്ങനെ നടക്കുകയാണ്. ലാസ്റ്റ് ഏനാകുളങ്ങര അപ്പച്ചനെ ഞങ്ങൾക്ക് അറിയാവുന്ന അപ്പച്ചൻ എടുക്കുന്ന അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഇന്ദിരാമ്മ എനിക്കറിയാം, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാ. അങ്ങനെ ഞങ്ങൾ ഇന്ദിരാമ്മയെ കണ്ടേ, ഇതാ ഞങ്ങളെ ഏൽപ്പിച്ച നന്മ ഇതാന്ന് പറഞ്ഞു. 1500 രൂപ ഞങ്ങളെ ഏൽപ്പിച്ച് കണ്ണുനീരോടന്ന് ആദ്യമായിട്ട് ദൈവം കരുതുന്ന ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷമാണ്. ദൈവം ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം, ഞങ്ങളെ വാസ്തവമായി അറിയുന്ന ഒരു ദൈവം, ഒരു മനുഷ്യനെ അറിയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ദൈവം കരുതുന്ന ദൈവമാണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും കർത്താവ് മതിയായവനാണെന്ന് അന്ന് തെളിയുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് അന്ന് സംഭവിച്ചത്. അതിനുശേഷം പിന്നെയും കുറച്ച് നാളിങ്ങനെ കടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തുണിക്കച്ചവടമൊക്കെ നടത്തിയത്. പിന്നെ ഞങ്ങളുടെ അങ്ങനെ മുട്ടൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നന്മ കൂടാതെ വേറൊരു നന്മ, ഒരു കുരുവിള എന്ന് പറയുന്ന മനുഷ്യൻ കാനറ ബാങ്കില് ഫുള്ള് അമ്മയുടെ അക്കൗണ്ട് നമ്പരും എല്ലാം വെച്ചിട്ട് 25,000 രൂപ, ഞങ്ങൾക്ക് അറിയത്തില്ല ആരാന്ന് പോലും. ഇപ്പൊ ഞാനിത് വായിച്ചിട്ട്, ഞാൻ 8ാം ക്ലാസ് ഇല്ലേ ഉള്ളൂ, എനിക്കറിയത്തില്ല. കുരുവിളയ്ക്ക് 2 L ഉണ്ടല്ലോ, കുരുവില്ല VILLA അല്ലേ കുരുവില്ല. അപ്പൊ ഞാനിത് വായിച്ചിട്ട് ആദ്യമായിട്ട് കാണാം, കുരുവില്ല എന്ന് പറയുന്ന മനുഷ്യനാമയെ അയച്ച പൈസ, ഇതാരാ, ഇത് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. അങ്ങനെ ഒരു അത്ഭുതം അങ്ങനെ ചെയ്തു. അപ്പൊ അതുകൊണ്ടൊന്ന് ആദ്യമായിട്ട് ചെക്ക് മാറുന്നത് അങ്ങനെയാ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെക്ക് മാറുന്നത് അങ്ങനെയാ. അങ്ങനെ ഇത് അച്ഛൻ വിദേശത്ത് പോയതിനു ശേഷം ഞങ്ങളുടെ ക്ഷാമത്തിന്റെ കാലത്ത് ദൈവം കരുതലായത്. അത് കഴിഞ്ഞിട്ടാണ് തുണിക്കച്ചവടത്തിലേക്ക് ഞങ്ങൾ മാറുന്നത്. ഇങ്ങനെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കുറച്ച് നാളിങ്ങനെ അങ്ങോട്ട് പോയി. അച്ഛനെ ജയിലിൽ നിന്നൊക്കെ മാറി. എന്തായാലും 1.5 വർഷത്തിനകം മടങ്ങി വന്നപ്പോഴത്തേക്ക് കടഭാരം എല്ലാം തീർത്ത് 3 ലക്ഷം രൂപ ബാലൻസ് വെക്കത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ അച്ഛന് വിദേശത്തുനിന്ന് പെട്ടെന്ന് വന്നു, വല്യച്ഛനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ചർച്ചിൽ വെച്ച് ഇങ്ങനെ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമോ, അതായത് സാക്ഷ്യം വേണമോ, സാക്ഷ്യം അതായത് എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം, എനിക്ക് ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? മാതാപിതാക്കൾ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മക്കളായി ഞങ്ങളും വന്നു എന്നുള്ളവരല്ല, അല്ലാതെ സ്വന്തമായി സാക്ഷ്യം വേണ്ടവർ കൈപൊക്കാൻ പറഞ്ഞു. ഞാനും കൈപൊക്കി. അങ്ങനെ ആ ദൈവദാസൻ എന്റെ തലയെ കൈവച്ചിട്ട് അനുഗ്രഹിച്ച് ചില വാക്കുകൾ പറഞ്ഞു. നിന്നെ ദേശത്ത് ഒരത്ഭുതമാക്കി മാറ്റും, ദൈവം നിന്നെ ശക്തമേറിയ സാക്ഷ്യമാക്കി തീർക്കും, അങ്ങനെ അനേകര് നീ മൂലം ദൈവത്തെ അറിയാനിടയായി. അങ്ങനെയൊക്കെ പ്രാർത്ഥനാ വാചകങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം പ്രാർത്ഥിച്ചെന്നെ അനുഗ്രഹിച്ച ആലോചനകളൊക്കെ പറയാനിടയായി. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു, കർത്താവെ നീ ആരെന്ന് രുചിച്ചറിയുവാൻ എന്റെ കർത്താവെ എനിക്കും ഭാഗ്യം തരണമേ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി പ്രാർത്ഥിച്ചു. എന്റെ പിതാവിന് രോഗസൗഖ്യം വന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ അറിഞ്ഞു. എന്റെ പിതാവിന്റെ സാക്ഷ്യം വഹിക്കാനല്ല കർത്താവ്, എനിക്ക് നിന്റെ സാക്ഷ്യം വഹിക്കണം, നീ എന്റെ ജീവിതത്തിൽ ചെയ്ത് എനിക്ക് പറയണം കർത്താവ് എന്ന് പറഞ്ഞ് എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, അന്ന് ആ സമർപ്പണം ദൈവം കണ്ടു.
അതിന്റെ രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയാ അന്ന് തോന്നുന്നു, ദൈവം എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുകയാണ്. അത് ഞാൻ എന്റെ പിതാവ് അച്ഛനും വല്യച്ഛനും ഒക്കെ നാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സൈക്കിളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഒരു ചായക്കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പം എന്റെ പിതാവിനെ ഞങ്ങളിങ്ങനെ ഈ തുണി കച്ചവടം നടത്തുന്നതിനെ കാണും എന്റെ അച്ഛൻ ഭയങ്കര അതിശയമായി പോയി. ഇതെങ്ങനെ നടത്തി എന്ന് ചോദിച്ചു പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങള് എന്റെ കൂടെ നിന്ന് ചേട്ടാ, അങ്ങനെയാണ് ഈ കടഭാരം അല്ലേ, ഞങ്ങളുടെ കടഭാരം എല്ലാം തീർന്നു. അപ്പൊ എന്റെ അച്ഛൻ നിരാശയോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇന്നും ഞാൻ മറക്കില്ല. പിന്നെ ഇന്ദിരേ, നമ്മുടെ കടമൊക്കെ ഇനി എങ്ങനെ വീട് പണി, എന്ത് പ്രതീക്ഷയോടാടി പോയത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഡി, ഞാനൊരു പരാജയം ചെയ്തു, എന്നിടം എല്ലാം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പം എന്റെ അച്ഛന്റെ കൈ രണ്ടും എന്റെ അമ്മ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് എന്റെ അമ്മ അകത്തോട്ട് പോയിട്ട് ഒരു കെട്ട് നോട്ട് എടുത്തോണ്ട് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ കടഭാരം എല്ലാം തീർന്നു, ബാലൻസ് ആന്ന് പറഞ്ഞു. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ ചേട്ടൻ ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു ഈ ഷെൽഫ് പൊക്കിയിട്ട് ഇങ്ങനെ ഷെൽഫിന്റെ ഇത് തുണി പൊക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തത്, ഈ ഷെൽഫിൽ നിറയെ ഇരിക്കുന്ന തുണികൾ കണ്ടു, തുണി കച്ചവടം നടത്തുമായിരുന്നു. അയ്യോ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്. എന്റെ അമ്മയുടെ തോളുകൾ രണ്ടും ഇന്നും അകന്നായിരിക്കുന്നത്. ആ തുണി ചുമന്നിട്ട് തുണി സഞ്ചിയില് എടുക്കാൻ പറ്റത്തില്ലാത്ത പോലെ തുണികളും വഹിച്ചു കൊടുത്തു എന്റെ അമ്മ പോവാൻ. പക്ഷെ ആ സമയത്ത് എന്റെ അമ്മ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഈ കടന്നു പോകുന്ന ഓരോ ഭവനങ്ങളിലും അവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ടൊക്കെ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞു. എന്റെ അമ്മയുടെ ബാഗിനകത്ത് ട്രാക്ട് കാണുമായിരിക്കും. ട്രാക്റ്റുകൾ അനേകർക്ക് കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് പേരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും കർത്താവിന്റെ നാമം പറഞ്ഞവരെ ബലപ്പെടുത്തുവാനും അനേകർ അതുമൂലം മറ്റൊരു സഭയിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നിട്ട് ഒരുപാട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഒരു മുഖാന്തരമായി മാറി. അതൊരു ശുശ്രൂഷയായിട്ട് എന്റെ അമ്മ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും കർത്താവ് അമ്മയെ മാനിച്ചത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചത് കൊണ്ട് ദൈവം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചു. അവിടെ കടഭാരം എല്ലാം തീർന്നു. അങ്ങനെ അപ്പൊ ഈ തീരുമാനം എടുത്തൊക്കെ ഇരിക്കുകയുള്ള എന്റെ പിതാവ് ഹോട്ടലും ചായക്കടയും നടത്താനുള്ള ആ ഒരു ഇതിന്റെ പിന്നില് അധ്വാനിക്കുകയാണ്. അപ്പം പറമ്പിൽ കപ്പയുണ്ട്, കപ്പ കൃഷി. ഞങ്ങൾക്ക് 100% വിളവ് ലഭിച്ചു ആ പറമ്പിൽ നിന്ന്. ഞങ്ങളുടെ കന്നുകാലികളെല്ലാം പ്രസവിച്ച് നല്ല പാലിന്റെ വർധനവ്, അത് അങ്ങനെ കോഴികളും താറാവും ഒക്കെ മുട്ടയിടുന്നു എന്ന് വേണ്ട എല്ലാ നിലകളിലും വർധനവെന്ന് പറഞ്ഞാൽ വർധനവ്. ഞങ്ങൾക്ക് എവിടെയും പരാജയമില്ല, വിജയം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയം. അപ്പൊ പറമ്പില് ഒരു 2-3 കപ്പ പറിച്ചപ്പോ തന്നെ നന്നായിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുണ്ട്, അയൽവക്കത്തും കൊടുക്കാനുണ്ട്. അപ്പൊ പറഞ്ഞു കുറെ മീനും വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, എന്തിനാ നീ ഇത് പെട്ടെന്ന് ഇത് കറി വെക്ക്, ഈ കപ്പ പുഴുങ്ങ്, കാന്താരി ഉടയ്ക്ക്, അപ്പൊ ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് വരാം, കഴിക്കാൻ നേരം ആകുമ്പോൾ പെട്ടെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ സ്റ്റഡി ടൈമിന്റെ സമയത്തായി ഈ സംഭവം. അപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ച് പഠിക്കാൻ സമ്മതിക്കത്തേ ഇല്ല. എന്റെ മാതാപിതാക്കൾ എന്നോട് പറയത്തേയില്ല, മക്കളെ ഇരുന്ന് പഠിക്ക്, നിനക്ക് നല്ല ഭാവിയുണ്ട്, ഇതല്ല പറഞ്ഞിരുന്നത്. എങ്ങനെയും അല്ലച്ചാതെ നീ 10ാം ക്ലാസ് ഒന്ന് പഠിച്ച് എന്ന് ജയിച്ചാൽ മതി, പിന്നെ പഠിക്കണ്ട. ഏതെങ്കിലും കൂലിപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ ജീവനക്കാരൻ, അല്ലെങ്കിൽ പശുവിനെ വളർക്കറവക്കാരനെ, അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിലും അതിൽ കൂടുതൽ വളരാനൊന്നുമുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. ഒരു സ്കൂളിൽ ഇടാൻ യൂണിഫോം ഇല്ല. എല്ലാവരും യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ മാത്രം യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ ചെല്ലുമായിരുന്നു. അപ്പോഴത്തേക്ക് ടീച്ചർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്താ ഇവിടുത്തെ റൂളുകൾ അംഗീകരിക്കാൻ ഒരു മടി? അവസാനം എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ ഹെഡ്മിസ്ട്രസിന്റെ കാല് ചെന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ മാതാപിതാക്കൾക്ക് അതിന് മാർഗമില്ല ടീച്ചറെ, എന്നോട് ക്ഷമിക്കണമേ. അപ്പം ടീച്ചർ ചോദിച്ചു, നീ എവിടുത്തെയാ ചോദിച്ചു. ഞാൻ കുമ്മിണിയെഴുത്തെ ഭാസ്കരൻ നായരുടെ മോളാ. അയ്യോ, അവിടുത്തെ മോളാണോ? കുമ്മിണിയെഴുത്തെ കൊച്ചാണോ ഇതിങ്ങനെ? നമ്മൾ 2 പേര് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു നിയമം ഞാൻ കർശനമാക്കുന്നില്ല. എനിക്ക് വേണ്ടി ആ റൂള് വരെ അവര് അയച്ചു. അവരെന്നോട് പറഞ്ഞു, മോളെ ഞാൻ നിനക്ക് യൂണിഫോം വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞു, വേണ്ട ടീച്ചറെ, എനിക്കത് വേണ്ട, കാരണം എന്റെ മാതാപിതാക്കളെ അപമാനിക്കുന്നതിന് തുല്യ ഉള്ള ഇത് മതി, എനിക്ക് വേണ്ട. ഇത് ഞാൻ ഈ ഇട്ടുകൊണ്ട് വരുന്നത് തന്നെ മറ്റൊരു ചേച്ചിയുടെ അവര് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു ഡ്രസ്സായത്. എനിക്കിത് വാങ്ങിക്കാൻ മാർഗമില്ല, എനിക്ക് ഒത്തിരി കടഭാരമുണ്ട്, എന്റെ അമ്മ രോഗിയ, ഒത്തിരി കടഭാരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു യൂണിഫോം വേണമെന്ന് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റത്തില്ല ടീച്ചറെ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. അങ്ങനെയുള്ള ഒരു അനുഭവം എന്റെ ജീവിതം. അതുപോലെ എന്റെ കൂട്ടുകാരികളുമായിട്ട് ഞാൻ എന്റെ ഡ്രസ്സുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മാറിയിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്റെ അമ്മൂമ്മ ഓമനയമ്മയെന്ന് പറയും, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അമ്മൂമ്മ കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അന്നേരം കൊച്ചുമക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ തുണി എടുത്തു കൊടുക്കും. എനിക്ക് മുടങ്ങത്തിൽ എല്ലാ വർഷവും ഒരു തുണിയുണ്ട്. ആ തുണിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്റെ മാതാപിതാക്കളൊന്നും എന്നെ കരുതാനോ എന്നെ സ്നേഹിക്കാനോ ഒന്നും അവർക്ക് പറ്റിയിരുന്നില്ല. എനിക്ക് മാത്രമല്ല, എന്റെ സഹോദരൻ.
അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് തുണിക്കച്ചവടം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ആ ഒരു ഇത് വന്നത് പിന്നെ ഞങ്ങൾക്കൊന്നും ഒരു ക്ഷാമം വന്നിട്ടില്ല. എല്ലാം കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലജ്ജിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ അടുപ്പേ കപ്പ ഇരിപ്പുണ്ട്, മക്കള് പഠിത്തമൊക്കെ അവിടെ നിർത്തി വേഗം കപ്പ ഊറ്റും. ചെന്ന് നോക്കുമ്പം കപ്പ പായസമായിട്ട് കിടക്കുക, അതിനകത്തുനിന്ന് ഊറ്റാനൊന്നുമില്ല, നാര് മാത്രമേ ഉള്ളൂ. അമ്മേ ഇത് എങ്ങനെയാ അമ്മേ ഇത് ഊറ്റുന്നത്? ദേ നാര് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പൊ അച്ഛൻ ഇവിടെ പ്രശ്നം ഉണ്ടാവും. വല്യച്ഛനാണെങ്കിൽ പുട്ടുപോലിരിക്കണം, അല്ല അച്ഛന് പുട്ടുപോലിരിക്കണം, വല്യച്ഛന് പല്ല് ഇല്ല വെപ്പുമല്ല മെഴുകു പോലിരിക്കണം. രണ്ടു തരത്തിലാ അവിടുത്തെ. അപ്പൊ ഭയങ്കര മുൻചുണ്ടിക്കാരൻ, ഭയങ്കര ദേഷ്യം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പാത്രം എടുത്ത് നിലത്തടിക്കും. ആ ഒരു സ്വഭാവത്തിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല അച്ഛനെ. ആ ഒരു അവസ്ഥയിലാണ്. അപ്പം ദേഷ്യപ്പെടും. അപ്പൊ ആ ഒരു ഭയത്തിൽ ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് വെള്ളോട്ട് ഇറങ്ങുകയല്ല, ഈ കട്ടളപ്പടിയിലേക്ക് കാലുടക്കിയിട്ട് ഇതിനകത്തേക്കൊന്ന് വീഴുകയാണ്. അപ്പം വീണിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. തിളച്ച് മറിഞ്ഞ് കുഴാന്ന് കിടക്കുന്ന ഈ കപ്പയുടെ വെള്ളമല്ലേ, ഏറ്റവും നല്ല കൊഴുപ്പല്ലേ, അതും തിളച്ച് വിറകടുപ്പിൽ കിടക്കുക. നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ല, വിറകടുപ്പിൽ കിടക്കുക. തൊട്ടിപ്പുറത്തെ അടുപ്പില് വിറകടുപ്പ് ഇങ്ങനെ എരിയുന്നുണ്ട്. അതില് ഇത്രയും പശുക്കൾക്ക് 10-13 പശുക്കളുണ്ട്. പശുക്കൾക്ക് കൊടുക്കാനുള്ള പുളിയരി വെന്തോണ്ടിരിക്കുക. അപ്പൊ ഈ ചൂടും കപ്പയുടെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ തിളച്ചും കുഴഞ്ഞു കിടക്കുന്ന ഇത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി രാത്രിക്ക് വീണു. അമ്മ മീൻ വെട്ടിക്കൊണ്ട് ഓടി വന്നിട്ട് എന്നെ പൊക്കിയെടുത്തു. ഞാൻ നിന്ന് നൃത്തം ചവിട്ടു. അയ്യോ എന്ത് ചെയ്തു? അന്നേരം ഈ അനുഭവിക്കുന്ന വേദന തന്നെ ജീവിതത്തിലെ പ്രസവവേദനയൊന്നും ഇത്രയും വരില്ല എന്നാണ് ഞാൻ 2 പ്രസവിച്ചതാ ഞാൻ. പക്ഷെ പ്രസവവേദന പോലും ഇത്രയും വലിയ വേദനയായിട്ട് തോന്നിട്ടില്ല. ഏറ്റവും വലിയ വേദന പൊള്ളലിന്റെ അനുഭവമാണെന്ന് ഞാൻ പറയും. കാരണം അത്രത്തോളം ഉള്ള മുഖവലം, ഈ വയറിന്റെ ഈ മേൽഭാഗം ഇത്രയും ഭാഗം പൊള്ളിപ്പോയി. ഈ പുറകുവശം പൊള്ളിയിട്ടില്ല, തലയുടെ പുറകുവശം ഒഴിച്ച് ബാക്കിയെല്ലാം ഇത്രയും 3/4 ഭാഗം അങ്ങനെ അകത്തോട്ട്, ഇത്രയും ഇവിടെ ഇത്രയും കുഞ്ഞല്ലേ, ഒത്തിരി അത്രയും ആളൊന്നും ഇല്ല. എന്നിട്ട് അമ്മ അപ്പോഴത്തേക്ക് കിണറ്റിന്ന് വെള്ളം കോരി എന്റെ തലവഴി ഒഴിച്ചു. അപ്പൊ കുറെ ആൾക്കാരെല്ലാം ഓടിക്കൂടി കിടന്ന് അലറുമല്ലേ, അമ്മ കിടന്ന് നിലവിളിക്കുക. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ കൂടി കുറെ പേര് പറഞ്ഞു കപ്പയുടെ ഇല അരച്ച് തേച്ചാൽ നല്ല, ഇത് വിഷവാ, അത് അരച്ച് തേക്കാൻ പറഞ്ഞു. എല്ലാവരോടും അരച്ചിട്ട് കപ്പയുടെ തൊലി നല്ല, തണുപ്പിന് നല്ല അതും തേച്ചു. അത് കഴിഞ്ഞ് കുറച്ചുപേര് ടേസ്റ്റ് നല്ല അതും എടുത്ത് തേച്ചു. എന്തായാലും ഒരു വിരൂപ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ തന്നെ പെട്ടെന്ന് അച്ഛനും വല്യച്ഛനും ഓടി വന്നു. അവരവിടെ ബഹളം കേട്ടു. സുമയ്ക്ക് അവിടെ പൊള്ളലേറ്റു, ഓടി വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും വല്യച്ഛനും ആൾക്കാരെല്ലാം കൂടെ വന്ന് എന്തായാലും ഈ 2 സൈക്കിളിലായിട്ട് ഞങ്ങള് കളങ്ങണ്ടെ കൃഷ്ണകുമാർ ഡോക്ടറുടെ വീട്ടിൽ പോയി. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ പീഡിയാട്രിക് ഡോക്ടറാണ്. അപ്പോഴാ രാമപുരത്ത് അദ്ദേഹത്തിന്റെ അടുക്ക പോയപ്പോഴത്തേക്ക് എല്ലാവരെക്കാൾ മുമ്പേ ഞങ്ങൾക്ക് കയറാനുള്ള ഇത് കിട്ടി. കാരണം ഒരു ഭീകരാവസ്ഥയാണല്ലോ, കടന്നു നിലവിളിക്കുമല്ലയോ, കരഞ്ഞൊരു പരുവായി. അപ്പം മുഖമെല്ലാം അങ്ങോട്ട് പുകയുക, സഹിക്കാൻ പറ്റത്തില്ലാത്ത വേദന. അപ്പൊ ഡോക്ടർ പറഞ്ഞു കണ്ണിന് ആവി തട്ടിയിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബെർണോള് തരാം, പിന്നെ അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഴുക്കാതിരിക്കാനുള്ള ആന്റിബയോട്ടിക് മരുന്നും തരാം. പിന്നെ പശുക്കളും കോഴിയും താറാവും ഇതൊക്കെ ഉള്ളതായതുകൊണ്ട് വൃത്തിഹീനമായിട്ടുള്ള പരിസരമായതുകൊണ്ട് ഈ കൊച്ചിനെ ഒന്ന് സൂക്ഷിക്കണം, വായു സഞ്ചാരമുള്ള മുറിയിൽ ഇടുകയും വേണം. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക, കണ്ണിന്റെ കാര്യങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞു. എന്തായാലും തിരിച്ചു വന്നു. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു ക്ഷമയില്ലാത്ത മനുഷ്യൻ. അച്ഛൻ പറഞ്ഞ് നമുക്ക് നാളെ തന്നെ കണ്ണിന്റെ ഡോക്ടറെ പോയി കാണാം. ഡോക്ടറെ എടുക്കാൻ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഈ അവസ്ഥയിൽ എന്താ പറയാൻ പറ്റും, ഇതൊന്നും മുറിവൊന്ന് കരിയട്ടെ എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണേലും ഇതൊക്കെ കണ്ണ് ഇല്ലേ തൈര് പോലെ ഇരിക്കുക കണ്ണ്, അതുപോലെ കണ്ണിന് പാട ചൂടിയിട്ട് എപ്പോഴും പാട ചൂടി ഇങ്ങനെ ഇരിക്കുന്ന അനുഭവം. അപ്പൊ എങ്ങനെയാണെങ്കിലും കണ്ണിന് കുഴപ്പം വരുമെന്നുള്ളത് ഉറപ്പാ. ആ ഒരു അവസ്ഥ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് കരിഞ്ഞിട്ട് വാ, തുള്ളിമരുന്ന് തന്നിട്ട് വേറെ ഒന്നും തന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു അയൽവക്കത്തുകാര് 2-3 ദിവസമായാലും കാടി എടുക്കാൻ വന്നിട്ട്, കാടി എടുക്കാൻ സുമ എന്താ കാടി എടുക്കാൻ, അപ്പൊ പുളിച്ചിരിക്കുക, സ്മെല്ലടിക്കുക, ആ കൊച്ചു വരുന്നുമില്ല. അപ്പൊ അന്വേഷിച്ച് വന്നു, അവിടെ കാടി ഇരിക്കുന്നു, പെട്ടെന്ന് വേസ്റ്റ് ഇരിക്കുന്നു, അത് എടുത്തോണ്ട് പോകുന്നു പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് അയൽവക്കംകാര് പറഞ്ഞു കൊടുക്കും അറിഞ്ഞില്ലയോ സുമയ്ക്ക് പൊള്ളലേറ്റ് വല്ലാത്തൊരവസ്ഥയിൽ, അവിടെ ഭാവി പോയി തീർന്നു. നമ്മുടെ ദൈവത്തെയൊക്കെ വിട്ടിട്ട് പോയതല്ലേ, അങ്ങനെ തന്നെ വരണം, അതേ എന്റെ ജയ് അങ്ങനെ തന്നെ വരണം, അതേന്നേ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അത് അമ്മ കേട്ടു. അതുപോലെ ഒരു പായിലിരുന്ന് ആരാധിക്കുന്ന കൂട്ടുകാര് തമ്മിലാണേലും അമ്മ പശുക്കളെ കെട്ടിയിട്ട് അഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ പറയുന്ന പറച്ചിൽ, ഒരു നായർ സമുദായത്തിൽ നിന്നൊക്കെ ഉള്ളവരല്ലേ, അവരൊക്കെ നിൽക്കുവന്നേ, ഈ പ്രതികൂലത്തിൽ അവര് നിൽക്കത്തില്ല, പോകും, ഇതൊക്കെ പിടിച്ചു നിൽക്കത്തില്ല, പോകുന്നേ.
ഇത് പോകും, തീർന്നു എന്ന് അവരും പറഞ്ഞു. അതും കേട്ടു. ഇത് രണ്ടു ഈ സങ്കടം കൂടെ സഹിക്കാൻ അമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സർവശക്ത, എന്റെ ദൈവമേ എന്നും പറഞ്ഞ അമ്മ കരയുക. ദൈവമേ, നീ എന്റെ കണ്ണുനീര് കേൾക്കുന്നില്ലയോ? അപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്റെ കർത്താവെ, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ ജീവിച്ചത്, എന്റെ കുഞ്ഞിനെ ആര് കല്യാണം കഴിക്കും കർത്താവെ എന്ന് എന്റെ അമ്മ കരയുക. എന്റെ ഭാവി ഓർത്ത് എന്റെ അമ്മ ഒത്തിരി വ്യാകുലപ്പെടുന്ന ആളായിരുന്നു. ഞാനൊരു പെൺകുഞ്ഞായതുകൊണ്ടാ എന്റെ അമ്മ പലപ്പോഴും ആത്മഹത്യയിൽ നിന്ന് മാറി നന്നായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത് എന്നെ ഓർത്തിട്ട് മാത്രം. എന്റെ മുഖം ഓർത്തിട്ടാ എന്റെ അമ്മ ആത്മഹത്യ ഒന്നും ചെയ്യാതിരുന്നത് തന്നെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യും എന്നിങ്ങനെ എന്റെ അമ്മയോട് പറയാനിടയായി. ആ പൊള്ളിയ അവസ്ഥയിലും ഞാൻ എന്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞില്ല. അത് കഴിഞ്ഞ ഡോക്ടറിലേക്ക് പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഞാനും എന്റെ അമ്മയോട് സംസാരിക്കുന്നു. അമ്മയെ ധൈര്യപ്പെടുത്തിക്കുന്ന പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേല ചെയ്യും. അങ്ങനെ ആ ഉമ്മ ഞാനും എന്റെ അച്ഛനും കൂടെ കണ്ണിൽ കണ്ടിട്ട് ഇങ്ങനെ വന്നപ്പോ അമ്മ ഇങ്ങനെ വിളിച്ചിരിക്കുന്നു. അമ്മ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, ഇങ്ങനെ എല്ലാവരും ദുഷിക്കുന്ന ഒരു അനുഭവമായിപ്പോ ഇങ്ങനത്തെ ഒരു നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിലേക്കാണോ ദൈവം നമ്മളെ കൊണ്ടുവന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്ന പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. എന്റെ അമ്മ ഞാൻ മൂലം വിഷമിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞു തന്നെ പെട്ടെന്ന് തന്നെ ദൈവന്നോട് ഇടപെട്ട് ബൈബിൾ എടുത്ത് വായിക്കുക. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വേദഭാഗം, ഈ വചനം ആദ്യം ഒന്ന് വായിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയും വായിക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. അപ്പോൾ ഇതിന്റെ കഥയുടെ ആ സാരം എനിക്ക് മനസ്സിലാക്കി തന്നു, ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. 12 വർഷമായിട്ട്, അതായത് 12 വർഷം എന്ന് പറയുമ്പം ഒരു വർഷം 365 × 12 ആകുമ്പോൾ 4380 ദിവസങ്ങളായിട്ട് ഇവൾ രോഗിയാ. 12 വർഷമായിട്ട് ഇവൾ രക്തസ്രാവം എന്ന അസുഖത്താൽ ബാധിക്കപ്പെട്ട എന്റെ അമ്മയ്ക്ക് ആ ഒരു രോഗമുണ്ടല്ലോ. എനിക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം എത്ര നാളുകളായി അമ്മയ്ക്ക് ആ രോഗം അമ്മയെ അലട്ടുന്നു. അപ്പം പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു ഈ സ്ത്രീയെ. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ അവിടെ ആരോഗ്യം ക്ഷയിച്ചു, തനിക്കുള്ളതോ നന്മകളൊക്കെയും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ത്രീ, യഹൂദ മതത്തിൽപ്പെട്ട ആ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. അവളുടെ വിശ്വാസത്തിന്റെ ആ ഒരു ശക്തി കണ്ടോ? അവൾ വിശ്വസിക്കാൻ മാത്രമല്ല, ആ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാനിടയായി തീർന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് ശരീരത്തിൽ അറിഞ്ഞു. അവൾ ആ പ്രവൃത്തി ചെയ്തപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി തന്റെ ശരീരത്തിൽ നിന്ന് ആ രോഗാവസ്ഥ മാറിയെന്ന്. അവൾ അത് യേശു അറിഞ്ഞു. തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞിട്ട് എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരികയാണ്. കർത്താവേ, ഞാനാണപ്പ, അവിടുത്തെ തൊട്ടത് ഞാനാണ്, അവിടുത്തെ അനുഭവിച്ചറിഞ്ഞത് ഞാനാണ്. അവൾ വിറച്ചും കൊണ്ട് തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അപ്പോൾ 12 വർഷമായി കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചികിത്സിച്ചെങ്കിലും എന്നെ ഒരു വൈദ്യന്മാർക്കും എന്റെ രോഗത്തെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല കർത്താവേ. എന്റെ സകല നന്മകളും നഷ്ടപ്പെട്ടു പോയി കർത്താവേ. എന്റെ ആരോഗ്യം ക്ഷയിച്ചു കർത്താവേ. എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, ഇറങ്ങിയാൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലും. അങ്ങനെ ഇരിക്കവേ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോഴാണ് അവിടുന്ന് ഇതിലേക്കൂടെ വരുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടത്. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ച് നിന്നില്ല. എനിക്ക് എന്റെ കർത്താവിനെ കാണണം. ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും എനിക്ക് തൊടണം, തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് ചെയ്തു. കർത്താവെ, അവിടുന്ന് എനിക്ക് തന്ന സൗഖ്യത്തിനായി നന്ദി എന്ന് കർത്താവിനോട് അവൾ പറഞ്ഞു കാണും. അപ്പോൾ അവളോട് കർത്താവ് പറയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവൾക്ക് കൊടുത്തത് എന്താണ്? അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു. അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കുവാൻ തക്കോണം കാരണമായി തീർന്നു. അവൾക്ക് അവിടെ നിന്ന് സമാധാനം ലഭിച്ചു, അവളുടെ ബാധ മാറി, അവൾ സ്വസ്ഥതയുള്ളവളായി മാറി. ഈ 3 കാര്യങ്ങൾ അവൾക്ക് അവിടെ ലഭിക്കപ്പെടുകയാണ്. അതായത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ നിങ്ങൾ ചിലപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവരായിരിക്കാം. രോഗങ്ങളുടെ കാലപ്പഴക്കം അതൊരു പ്രശ്നമേ അല്ല. അത് ദൈവം ആ വിഷയത്തിന്മേൽ പരിഹാരം വരുത്തുവാൻ വിശ്വസ്തനാണ്. 12 സംവത്സരമായ രക്തസ്രാവത്താൽ ബാധിക്കപ്പെട്ട ഈ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയതുപോലെ നിങ്ങളുടെ വിഷയങ്ങൾക്കും കർത്താവ് പരിഹാരകനാണ്. മെഡിക്കൽ സയൻസ് കൈവിട്ട കേസുകൾക്ക് പോലും കർത്താവ് മതിയായവനായിട്ട് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച ചരിത്രം നമുക്കുണ്ട്. ഞാനത് അനുഭവിച്ച് അറിഞ്ഞവളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാതാവ് ക്യാൻസർ എന്ന രോഗത്താൽ ഭാരപ്പെട്ടു
ഉള്ളവളാണ്. പൂർണ്ണമായ എന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക പോലും വേണ്ടി വന്നില്ല. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. അങ്ങനെ അതുപോലെ തന്നെ ഇവളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക നന്മകൾ, നഷ്ടങ്ങൾ ഉണ്ടായി. തന്റെ രോഗനിമിത്തം ശാരീരികമായി തളരപ്പെട്ടു. ലോകവൈദ്യന്മാർ അവളെ കൈവിട്ടു. യഹൂദ മതങ്ങൾ അവളെ കൈവിട്ടു. അവളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. അവളെ എല്ലാവരും, ഒരു സമൂഹം അവളെ കല്ലെറിയാനായിട്ട് കയ്യിൽ കല്ലുമായിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വെറുക്കപ്പെട്ട അനുഭവത്തിൽ നിന്നിരുന്ന ഇവളെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അവളുടെ അവസ്ഥയ്ക്ക് ഭേദം വരികയാണ്. അവള് യേശുവിന്റെ വർത്തമാനം കേട്ടു. അവൾക്ക് കേൾക്കുവാനായിട്ട് അവളുടെ ചെവി കൊടുത്തു. അപ്പോൾ ആഴത്തിൽ ഉള്ള അവളുടെ വിശ്വാസം, അവിടെ വർധനവ് ഉണ്ടാവുകയാണ്. അവളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ കർത്താവ് അവിടെ വർദ്ധിപ്പിക്കുകയാണ്. അത് അവൾ വിശ്വസിക്കുക മാത്രമല്ല, അവൾ അത് പ്രസ്താവിക്കാൻ തുടങ്ങി. കർത്താവിനോട് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. തന്റെ പ്രായോഗിക ജീവിതത്തിലും ഒരു അനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഒരു അനുഭവം അവളുടെ ജീവിതത്തിലുണ്ടായി. അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാൻ ഇടയായി തീർന്നു. ആരാണ് എന്നെ തൊട്ടതെന്ന് പറഞ്ഞപ്പോൾ മടിച്ചു നിന്നില്ല, മുൻപോട്ട് വന്ന് അവളെ തന്നെ വെളിപ്പെടുത്തി കർത്താവിനോട് പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, വലിയൊരു വചനഭാഗം കർത്താവിനോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. കർത്താവെ, ഈ 12 സംവത്സരമായ രക്തസ്രാവത്താൽ ബാധിക്കപ്പെട്ട ഈ സഹോദരിയെ, ഈ ആന്റിയെ ദൈവം വിടുവിച്ചതുപോലെ കർത്താവെ നീ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഞാൻ കിടന്നുറങ്ങി. ഒരുപാട് താമസിച്ചാണ് കിടന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വെളുപ്പിനെ സമയമായി കാണും. എന്റെ കർത്താവ് ഞാൻ ആയിരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരികയാണ്. കഥ കടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഞാനത് കൃത്യമായി കാണുകയാണ്. ചുമന്ന പെയിന്റ് അടിച്ച കഥകളാണ് എന്റെ മുറിയുടേത്. അതിൽ കൂടി കർത്താവ് ഇങ്ങനെ തേജസ്സേറിയ വസ്ത്രം ധരിച്ചിട്ട് കർത്താവ് ഇങ്ങനെ എന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്റെ കരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറയുകയാണ്, സുമേ, ഞാൻ ഉറങ്ങിക്കിടക്കുന്ന അതിൽ അവസ്ഥയിൽ തന്നെ കാണുകയാണ്. സുമേ, ഞാൻ കർത്താവാകും, നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൾ തന്നെ എന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യത്തിൽ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക എന്ന് കർത്താവ് എന്നോട് പറയുകയും ഞാൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഞാൻ അറിയുന്നില്ല. നേരം വെളുത്ത് എന്റെ മാതാവ് പറഞ്ഞു, മക്കളെ എഴുന്നേക്ക്, സമയം എന്തായെന്നറിയാവോ എന്ന് പറഞ്ഞിട്ട് തിടുക്കത്തോടെ എന്നെ എഴുന്നേക്കാനായിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എന്റെ മുഖത്ത് പാടുകളൊന്നുമില്ല. കതവ് തുറന്നപ്പോൾ എന്റെ അമ്മ അതിശയപ്പെട്ടു പോയി. അമ്മ ഒരു ഗ്ലാസ് ചായയായിട്ട് എന്റെ മുമ്പിൽ നിന്നത്. അമ്മയുടെ കരത്തിൽ നിന്ന് ചായ ഗ്ലാസ് നിലത്ത് വീണു. അമ്മ പറഞ്ഞു, ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാം, എന്റെ മോളിഞ്ഞ് വന്നേ എന്ന് പറഞ്ഞ് എന്നെ ഒരു കണ്ണാടിക്ക് മുമ്പിലേക്ക് നീക്കി നിർത്തിയിട്ട് പറഞ്ഞു, മക്കൾ ആ കണ്ണാടിയിലോട്ട് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, നോക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഒരു അത്ഭുതം എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്യുക. അങ്ങനെ കർത്താവ് വലിയവനാണ് എന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് കേൾക്കാതെ അപ്പച്ചൻ 12 വരണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പച്ചൻ എന്റെ വീട്ടിൽ വന്ന് അപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു പിതാവിന്റെ സാന്നിധ്യം, അനുഗ്രഹം എന്റെ ജീവിതത്തിൽ എന്നും ഒരു കോട്ടയ അനുഗ്രഹമാണ്. പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്ന അനേകരെ കർത്താവിൽ നേടുവാൻ പിതാവിന് കഴിഞ്ഞു. എനാവുളങ്ങര ദാനിയേലും അപ്പച്ചൻ ഉപദേശി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ ഇങ്ങനെ കടന്നുപോയി. പിന്നെ ഞാൻ ഈ കാര്യമേ മറന്നു. ആൾക്കാരോടൊന്നും സാക്ഷ്യമൊന്നും പറഞ്ഞൊന്നുമില്ല. എന്റെ കൂട്ടുകാർക്ക് പോലും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞ ഈ സാക്ഷ്യമൊന്നും. അപ്പൊ ഞാനിത് പറയുമ്പോഴാണ് അവരിത് അറിയുക. കാരണം 3 ദിവസത്തെ ഇതിലാണ് സംഭവിക്കുന്നത്. എനിക്ക് സ്റ്റഡി ലീവ് തന്ന സമയത്തെ സംഭവിക്കുക. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. അനേകരിലേക്ക് ഇത് എത്തപ്പെടുവാൻ കൊണ്ട് ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. അപ്പൊ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ചർച്ചയിൽ ഇതുപോലെ പ്രാർത്ഥി. ഇപ്പൊ ഷമിൽ കോശി പാസ്റ്റർ മാറിയിട്ട് വേറൊരു ദേവദാസൻ വന്നു. അപ്പോൾ ആ വേറൊരു ദേവദാസനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, തല കൈവച്ചിട്ട് ചോദിച്ചു, മോളെ, നിന്നെ ഒരു വിരൂപയാക്കി, നിന്നെ ദേശത്ത് പരസ്യകോലമാക്കി, നിന്നെ ഇങ്ങനെ കല്ലെറിയത്തക്ക രീതിയിൽ പരിഹസിക്കത്തക്കവണ്ണം പരിഹാസ വിഷയം, നിന്റെ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് പിശാച് ചെയ്ത ഒരു തന്ത്രത്തിൽ ദൈവം നിന്നെ വിടുവിച്ചു. കർത്താവ് 3-ാം ദിവസം നിന്നെ വിടുവിച്ച സാക്ഷ്യം നീ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ, ക്ഷമ. എന്നിട്ട് പറഞ്ഞ പൊള്ളി വിരൂപയാക്കി. അങ്ങനെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു, നിന്നെ നിന്റെ മുഖം പൊള്ളി, നീ ഒരു വിരൂപയായിട്ട് തീരേണ്ട സ്ഥാനത്ത് കർത്താവ് നിന്നെ സ്നേഹിച്ച സ്നേഹം നീ മറന്നുവോ എന്ന് ചോദിച്ചു. കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നെടുപാട് വീണ് കരഞ്ഞവിടെ നിലവിളിച്ചു. അപ്പോഴത്തേക്ക് പാസ്റ്ററിനെ ചോദിച്ചു, ജോസ് എന്ന് പറഞ്ഞ ദേവദാസനാ വന്നത്, CA ജോസ് എന്ന് പറയും. അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ കാര്യം എന്താ? അത് കഴിഞ്ഞിട്ട് ദേവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കാനെല്ലാം ഞാൻ ഇങ്ങനെ കൂടും. അപ്പോഴാ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ മോളെ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ പാസ്റ്ററിനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം. അദ്ദേഹം പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഹോട്ടലിലും ചായക്കടയിലും നിന്ന് കഷ്ടപ്പെടാനുള്ളതല്ല. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോട്ടലും ചായക്കടയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നല്ലതായിട്ട് നമ്മൾ വർത്തിച്ചു. ഞങ്ങൾക്ക് 4-5 ചായക്കട ഉണ്ടായിരുന്നു, ഹോട്ടലും ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പാചകക്കാരാണ്.
എല്ലാവർക്കും അറിയാം, ഇപ്പോഴും അച്ഛൻ പാചകത്തിനൊക്കെ പോകും. അദ്ദേഹം പറഞ്ഞു, മോളെ അവിടെ നിന്ന് കരിയും പുകയൊന്നും അടിക്കാനുള്ളതല്ല നീ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഇവര് ഒരു ജോലിക്കാരിയായിട്ടേ കാണത്തുള്ളൂ മാതാപിതാക്കൾ. അതുകൊണ്ട് മക്കള് നിനക്ക് നല്ല കോളിംഗ് ഉള്ള കുഞ്ഞാണ്, അതുകൊണ്ട് മക്കൾ ഇനി വാ, പാസ്റ്റർ മോളെ കുമ്മനാട് ഹെബ്രോനി കൊണ്ടുവന്നാക്കാം. അദ്ദേഹം അവിടെ പഠിച്ചിറങ്ങിയ മനുഷ്യനാ, അവിടെ ഏറ്റവും നല്ല ടോപ്പ് മാർക്കോട് കൂടി പാസ്സായ മനുഷ്യനാ, വലിയ MA-കാരനാണ്. അപ്പം ഇദ്ദേഹം എന്നെ അവിടെ കൊണ്ടുവന്നാക്കി, എന്റെ മോളാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുവന്നാക്കി. 1 വർഷത്തെ CTH കോഴ്സാണ് പഠിച്ചത്. 6 മാസം ആയപ്പോൾ തന്നെ ഇവരുടെ വിവാഹത്തിന്റെ ആലോചനകൾ വന്നു. അങ്ങനെ എന്റെ വിവാഹം നടക്കും. അവിടെ ആയിരിക്കുന്ന സമയത്താണ് അഭിഷേകം പ്രാപിപ്പാണ്ടൊക്കെ വണ്ണം ഇടയായിത്തീരുന്നത്. സ്കറിയാന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്, എറണാകുളത്തുള്ള ഒരു ദൈവദാസൻ. അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ കൈവപ്പോടുകൂടിയാണ് അഭിഷേകം പ്രാപിപ്പാണ്ടൊക്കെ വണ്ണം ഇടയായിത്തീരുന്നത്. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ, ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസും അധ്യാപകരും എല്ലാവരുടെ ചേർന്ന് ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ആ പ്രാർത്ഥന ആദ്യത്തെ സെക്ഷനിൽ തന്നെ അഭിഷേകം പ്രാപിപ്പാനിടെ എന്റെ ജീവിതത്തിൽ അതോടുകൂടി ഒരു മാറ്റം വന്നു. ദാവീദിന്റെ ജീവിതത്തിൽ അഭിഷേകം അവനെ മാറ്റിയതുപോലെ എന്റെ ജീവിതത്തിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേറൊരു പ്രത്യേക റൂമുണ്ട്, അവിടെ എല്ലാം ആരും പരിഗണിക്കപ്പെടാത്ത ഒരു റൂമാണ്. അവിടെ നിന്ന് ആരും കയറി പ്രാർത്ഥിക്കത്തില്ല. അവിടെ ഇരുന്ന് പാട്ടുകളൊക്കെ പാടി ആരാധിക്കുകയും മുട്ടുമടക്കി ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ചില കൃപകളൊക്കെ ദൈവം തന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്റെ വിവാഹം കഴിഞ്ഞിട്ടും ആ ഒരു സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം സൺഡേ സ്കൂളിന്റെ അധ്യാപികയായിട്ട് ഞാൻ കയറി. അന്ന് മുതൽ, അന്ന് ന്യൂഇന്ത്യയിലായിരുന്നു, അത് കഴിഞ്ഞ് IPC, അത് കഴിഞ്ഞ് പിന്നെ AG-യിലെ ഞങ്ങള് ട്രാൻസ്ഫർ ആയി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമല്ലോ. അപ്പം മാറി മാറി പോകുമ്പോൾ ഓരോ സഭകൾ അങ്ങനെ മാറേണ്ടതായിട്ട് വരും. ഇപ്പൊ മൂലമറ്റം AG-യില് വിശ്വാസിയായിട്ടിരിക്കുന്ന, അതിന് തൊട്ട് മുമ്പ് മുട്ടം അസംബ്ലീസ് ഓഫ് ഗോഡ് ജേക്കബ് പാസ്റ്ററിന്റെ ചർച്ചിലായിരുന്നു. ഇപ്പം ഷൈമോൻ പാസ്റ്റർ മൂലമറ്റം AG-യില് ആയിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് വിശ്വാസികളുള്ളെങ്കിലും വളരെ പ്രാർത്ഥനാപരമുള്ള സഹകരണം, നല്ല സ്നേഹമുള്ള ഒരു കൂട്ടം ദൈവമക്കൾ എനിക്ക് ഇവിടുന്ന് അടുത്താണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് മാറാനിടയായത്. വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നു. അതുപോലെ തന്നെ 2001 കാലഘട്ടത്തിലൊക്കെ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി കർത്താവിനെ ഉയർത്തുവാനൊക്കെ കർത്താവ് ഒരു അവസരം തന്നു. ഒരുപാട്, ഒരു ദിവസമൊക്കെ 12 സൂമിലൊക്കെ കയറുമായിരുന്നു. അന്ന് ആലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന സമയത്തൊക്കെ എന്തായി തീരും കർത്താവെ, ദൈവത്തോടുള്ള ആ സ്നേഹം എങ്ങനെ പ്രകടമാക്കും, എങ്ങനെ ദൈവത്തെ ആരാധിക്കും, അങ്ങനെ ഇരിക്കുന്ന ഇടത്ത് ദൈവമഹത്വം വെളിപ്പെടുമെന്നുള്ളത് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ദൈവമക്കളെ. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാനൊക്കെ ദൈവം എന്നെ ഉപയോഗിച്ചു. പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാതെ ഇങ്ങനെ സൂം എന്ന പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്, അതുപോലെ വോയിസ് മെസ്സേജ്, അങ്ങനെയൊക്കെ പല ഇതിൽ കൂടി കർത്താവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അങ്ങനെ ഇനിയിപ്പം നേരിട്ട് ഒരു വേദിയിലേക്ക് നിൽക്കപ്പെടാൻ പോകുന്നു. ദൈവമക്കളെ എവിടെയും വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അങ്ങനെ വേറൊരു അത്ഭുതം പറയട്ടെ. എന്റെ സതീഷേട്ടന് പിന്നെ രോഗാവസ്ഥയായിട്ട് ഭാരപ്പെട്ടു. അതായത് പിന്നെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ റിപ്പോർട്ട് തന്ന സ്ഥാനത്ത് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. എന്റെ പിതാവിന് അന്ന് ദൈവമക്കളെല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തില്ലേ, അതെന്റെ കണ്ണിൽ ഞാൻ കണ്ടതാ അത്ഭുതം നടക്കുന്നത്. അത് ആ ഒരു ഇത് ഫോളോ ചെയ്യും. ഇന്ന് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ പെട്ടെന്ന് തന്നെ മരുന്നെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് മക്കളെ ഇത് കുടിക്കുന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായി വിടുവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ എന്റെ സതീഷേട്ടന് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു എന്ന് കേൾക്കത്തക്ക രീതിയിൽ റിപ്പോർട്ട് വരുവാൻ തക്കുന്നിടെ ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് ആരാ പറഞ്ഞേ എന്ന് ഡോക്ടർ ചോദിക്കത്തക്കവണ്ണം അങ്ങനെ ഒരു രോഗം സതീശേട്ടന് ഇല്ല, കിഡ്നി സംബന്ധമായ രോഗമില്ല എന്നുള്ള റിപ്പോർട്ട് വരത്തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. എന്റെ അമ്മായിയമ്മയ്ക്ക് ശ്വാസകോശത്തിൽ മുഴയാണെന്ന് പറഞ്ഞ സ്ഥാനത്തും ഇതുപോലെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. കർത്താവ് അത്ഭുതം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ക്യാൻസർ എന്ന രോഗത്തിൽ നിന്നും പൂർണ്ണമായി ഇതും പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തതുപോലെ ഒരുമിച്ചുള്ള പ്രാർത്ഥന. കർത്താവ് സൗഖ്യദായകനായ ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, കഷ്ടതയിൽ കൂടെയിരിക്കുന്ന ദൈവമാണ്. ആരുമില്ല കർത്താവേ എന്ന് ഇരിക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയത്തില്ല. അവൻ നമ്മെ മാറോട് ചേർത്ത്. എന്റെ അനുഭവത്തിൽ നിന്നും പ്രിയ ദൈവമക്കളോട് ഇത്രയും സമയം പങ്കുവെക്കുവാൻ കൊള്ളം ദൈവം ഒരു അവസരം തന്നല്ലോ. ഞാൻ അതിന് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ സൂം പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് സാക്ഷ്യം വന്നപ്പോൾ ഒരുപാട് എതിർപ്പുകൾ എനിക്ക് വന്നു. അയ്യോ ഇതൊക്കെ എത്ര നാള് പോകും എന്നൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ 14 പേര് അതുമൂലം കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനിടെ 3 പേര് സ്നാനപ്പെട്ടു. അതിൽ ഏറ്റവും ആദ്യ ഫലമായിട്ട് ദൈവം എനിക്ക് തന്നൊരു ജോബി ജോസഫ് ആണ്. അതിനെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 57 ലക്ഷം
രൂപയുടെ കടബാധ്യതയുള്ള കുഞ്ഞായിരുന്നു അവന്. എന്ന് ഈ ആ സതി ചാനലിലെ ആ സാക്ഷ്യം കേട്ടിട്ട് ആ കുഞ്ഞിനെ വിളിച്ചു, ആ സതിയിലെ ആന്റിയെ അങ്കിളിനെയും വിളിച്ച് എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് അവന്റെ കുംഭസാര രഹസ്യം പോലെ സകല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മോനോട് പറഞ്ഞു, മക്കളെ നിന്റെ ചില കടഭാരങ്ങൾ എഴുതി തള്ളത്തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കാൻ പോവാ, നീ വിശ്വസിച്ചോ, ദൈവമഹത്വം വെളിപ്പെടാൻ പോവാ എന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ ആ കുഞ്ഞിനെ അങ്ങോട്ട് ഉറപ്പിച്ച്. കത്തോലിക്കനായ കുഞ്ഞാ, ആ ഭവനത്തിലെ രണ്ടാമത്തവനായ കുഞ്ഞാണ്. 2 ആൺമക്കളാണ്. ഇവൻ മുടിയനായ പുത്രൻ എന്ന് പറയാം, അതുപോലുള്ള ഒരു മകനാണ്. അവന് കാറുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. സ്വർണം ഒരുപാടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. അവന് വീടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടു. ബൈക്ക്, ബുള്ളറ്റ്, എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു. അവന്റെ കയ്യിലെ വാച്ച് പോലും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെയല്ല. ഭാര്യയുടെ കുറച്ച് സ്വർണം അവൾ അറിയാതെ പണയം വെച്ചത്, അമ്മായിയമ്മയോട് പൈസ വാങ്ങിച്ച്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 57 ലക്ഷം രൂപയുടെ കടബാധ്യത. ഈ കുഞ്ഞ് ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുമായിരുന്നു. അന്നേരമാണ് ഈ സാക്ഷ്യം കേൾക്കുന്നത്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു പറയുന്നത് എത്ര കൃത്യമാണെന്നറിയാമോ? ഈ കുഞ്ഞിത് കേൾക്കാനിടെ ഇവന് നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറാണ്. ഇവന്റെ വണ്ടിയില് എയർപോർട്ടിലേക്ക് ആരെയോ യാത്രയാക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ സാക്ഷ്യം കേൾക്കാൻ ഇടയായിട്ട്. അങ്ങോട്ട് പോയപ്പോഴും കേട്ടു, ഇങ്ങോട്ട് വന്നപ്പോഴും ഇത് തന്നെ കേട്ടു. ഇത് കേട്ട് ഈ കുഞ്ഞിന് പ്രേരണയുണ്ടായി എന്നെ വിളിക്കണമെന്ന്. അതൊരു മുഖാന്തരമായി. അങ്ങനെ ആ കുഞ്ഞിന്റെ കടഭാരം ഇപ്പം ഞാൻ പറയട്ടെ 20 ലക്ഷത്തിന് താഴെയാണ്. 19 ലക്ഷത്തിൽ ചില്ലുവാനും 20 ലക്ഷത്തിന് അടുത്ത് മാത്രമേ ഉള്ളൂ. കുഞ്ഞ് ഇപ്പോഴും ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അവന് സ്നാനപ്പെട്ടു. അവന്റെ സ്നാനത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. തൊടുപുഴ സെക്ഷനിൽ ഞങ്ങളുടെ പ്രസാദ് കോശിപ്പാശങ്ങളാണ് അവനെ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ ആദ്യ ഫലമായിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഒരു അമ്മയും മകനും കർത്താവിനെ അറിയാനിടയായി തീർന്നു. സൂം വഴിയുള്ള ബന്ധമാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അത് ഒരു സ്നാനപ്പെടാൻ അനേകര് കർത്താവിലേക്ക് കടന്നു വരുവാൻ ഈ സാക്ഷ്യം മൂലം ദൈവം ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളേവേ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, എന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞാൻ ആയിരിക്കുന്ന സഭയിൽ മാത്രമല്ല, അയൽവക്കക്കാരുടെ വിദേശക്കാരുടെ ഇടയിലും എന്റെ ബന്ധുക്കളുടെ ഇടയിലും എല്ലാം, എന്റെ കൂട്ടുകാർക്കിടെ എന്റെ സതി ചാനലിലെ സാക്ഷ്യം ലൈവായിരുന്നു. കറക്റ്റ് എന്റെ കൂട്ടുകാരെല്ലാം കണ്ടിരുന്നു. 31 കൂട്ടുകാരികളുണ്ട് എനിക്ക്. അവരെല്ലാം കേട്ടു. മുസ്ലിം മതത്തിലുള്ള കൂട്ടുകാരിൽ ക്രിസ്ത്യാനികളെല്ലാം കേൾക്കാനിടയായിത്തീർന്നു. അനേകർക്ക് വേണ്ടി കരവാനും പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടി സമയങ്ങൾ എന്റെ ജോലിയെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഒരു സമർപ്പണം എന്റെ ജീവിതത്തിലുണ്ട്. അത് ആർക്ക് പ്രാർത്ഥന വേണമോ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടതൊക്കെ ദൈവം നാളുകൾ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേകരെ കർത്താവിൽ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ, വചനം പറഞ്ഞു കൊടുക്കുവാൻ, എന്റെ സാക്ഷ്യങ്ങൾ കൊണ്ട്, എന്റെ അനുഭവങ്ങൾ കൊണ്ട് അവരെ ബലപ്പെടുത്തുവാനൊക്കെ ഈ ദിവസങ്ങൾ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ പിന്നിൽ അനേകരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമാണ്. തുടർന്നും ജോയ്സ് ആന്റിയും പ്രിയ ചാനലിലെ പ്രേക്ഷകരും എല്ലാവരും, എല്ലാ വിശ്വാസികളും, എല്ലാ പ്രിയരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ ഒരു സഹോദരിയായി കണ്ട്, നിങ്ങളുടെ ഒരു പ്രിയ സഹോദരിയായി, മകളായി കണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. ഇത്രത്തോളം കർത്താവ് എന്നെ ബലപ്പെടുത്തിയില്ല, പ്രിയ ആന്റിയെ ദൈവം ഒരുക്കിയല്ലോ. ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം കരയറ്റിക്കൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സിസ്റ്ററെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല രാജാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം. ഈ പ്രകാരം ദൈവമേ സ്തോത്ര ഗൂഗിൾ മീറ്റ് മുഖേന കർത്താവെ ഞങ്ങൾക്ക് മുഖാമുഖം കാണുവാനും, കർത്താവെ ദൈവമേ സ്തോത്രം, കർത്താവ് ചില സമയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വേറിട്ടിരിപ്പാനും, കർത്താവെ എന്റെ ജീവിതത്തിൽ ചെയ്ത ദൈവമേ കർത്താവെ പ്രവൃത്തികൾ വർണ്ണിപ്പാൻ എന്തൊക്കെ വേണം, അത്ഭുത സാക്ഷ്യങ്ങൾ വഹിപ്പാൻ എന്തൊക്കെ വേണം. ഇന്ന് പകൽക്കാലം അടിയനെ അങ്ങ് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ദൈവമേ സ്തോത്രം. അടിയൻ പങ്കുവച്ച വചനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. അടിയന്റെ അനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രിയ ജോയ്സ് ആന്റിയെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ഏൽപ്പിക്കുന്നു, 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസി ദൈവമേ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. നാളിതുവരെയും മുടക്കം വരാതെ അവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. അനേകർക്ക് അനുഗ്രഹമായി അവിടുത്തെ ദാസി തീരട്ടെ കർത്താവെ. ദൈവമേ സ്തോത്രം. അനേകരെ കൈപിടിച്ച് നയിക്കേണ്ടതിന് ആവശ്യമായ ദൈവ നിയോഗത്തെ അവിടുത്തെ ദാസിന്റെ മേൽ അങ്ങ് നൽകണമേ കർത്താവെ. ദൈവമേ സ്തോത്രം. ഈ ചാനലിൽ കൂടി അനവധി സഹോദരിമാർ ദൈവമേ അവരുടെ സാക്ഷ്യം കർത്താവ് കടന്നു വന്ന് പറയത്തക്കവണ്ണം കർത്താവയുടെ മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കണമേ കർത്താവെ. ദൈവം കണ്ടിട്ടുള്ള ചിലതിനെ കർത്താവെ ദൈവമേ അതിനായി അങ്ങ് വേർതിരിച്ച് നിന്റെ കുഞ്ഞിനെ അങ്ങ് നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ്ചാ ചില നമ്പറുകൾ, ഫോൺ നമ്പറുകൾ, ചില കോണ്ടാക്റ്റുകൾ ലഭിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ കർത്താവെ. ദൈവം നിന്റെ കുഞ്ഞിനോട് വ്യക്തമായി സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സാക്ഷ്യങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. അനവധി പേർക്ക് ഒരു നല്ലൊരു വേദിയായി ദൈവമേ സ്തോത്രം കർത്താവ്
ഈ ജോയ്സ് ചാനൽ, ഈ TV ചാനൽ ദൈവമേ സ്തോത്രം ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു കർത്താവേ. അനവധി പാപികൾ മാനസാന്തരപ്പെട്ട് അനവധി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അനവധി ഭൂതബാധിതർ അവരുടെ ഭൂതബാധയിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കടഭാരങ്ങൾ കഴിയുന്നവരുണ്ട് കർത്താവേ, അവർക്ക് ദൈവമേ സ്തോത്രം പൂർണ്ണമായ ഒരു വിടുതൽ നൽകണമേ. കടഭാരങ്ങളൊക്കെയും മാറി സ്വസ്ഥതയുള്ള ഒരു ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ ആത്മഹത്യ ചിന്തയിലിരിക്കുന്ന ചില ജീവിതങ്ങൾ ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നപ്പാ, അവർ ആത്മഹത്യ ചെയ്യുവാൻ ദൈവമേ അവിടെ നിന്ന് അനുവദിക്കരുതേ കർത്താവേ. സ്വർഗം ഇറങ്ങി വന്ന് അവരെ താങ്ങുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾ അവരെ വിട്ട് മാറിപ്പോകട്ടെ. അവരെ അലട്ടുന്ന സകല ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും അവരെ വിട്ട് അവർ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരായി തീരേണ്ടതിന് നിന്റെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം, നിന്റെ കുഞ്ഞുങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജോയ്സ് ചാനൽ പ്രേക്ഷകരെയും പ്രിയ ജോയ്സ് ആന്റിയും കുടുംബത്തെയും കർത്താവേ ദൈവമേ കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും കേൾക്കാനുള്ള സകലരെയും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. അനവധി അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും പിന്നാലെ ദൈവമേ പറയുന്നവരുണ്ട്, അവരെ അവിടുന്ന് ബലപ്പെടുത്തണം. കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യം പറഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കർത്താവ്. അനേകരിലേക്ക് ആ സാക്ഷ്യങ്ങളൊക്കെ എത്തപ്പെടട്ടെ കർത്താവെ. അത് അനേകർക്ക് ബലമായി തീരട്ടെ. മാനസികമായും ദൈവമേ സ്തോത്രം ശാരീരികമായും കർത്താവെ ഒരു ബലമായി തീരത്തക്കവണ്ണം, ആത്മീയമായ ഒരു ബലമായി തീരത്തക്കവണ്ണം സാക്ഷ്യത്തെ എന്റെ ദൈവം ഉപയോഗിക്കണമേ കർത്താവ്. അനേക സഹോദരിമാർ ദൈവം മുന്നോട്ട് കടന്നു വരത്തക്കവണ്ണം കർത്താവെ നീ അവരെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം അപ്പാ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. സുമ സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് പ്രിയ സഹോദരിയെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കട്ടെ. ആമേൻ 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 സിസ്റ്ററെ.